എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരമാണ്. ഇതുവരെ ഞാൻ മാത്രമാണ് എല്ലാ ദിവസവും വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് എല്ലാവർക്കും പറയാം. പറയേണ്ട വിഷയത്തിനെ കുറിച്ച് നേരത്തെ തന്നെ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ഭഗവാന്റെ സത്സംഗത്തിലേക്ക് വന്നതിനെ കുറിച്ച് പറയാനുണ്ടാകും. അതേപോലെ വന്നതിന് ശേഷം നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ചിലപ്പോൾ അത് നല്ല അനുഭവങ്ങളായിരിക്കാം, ചിലപ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം. ഏതായാലും കുഴപ്പമില്ല, നമ്മൾക്കത് ഷെയർ ചെയ്യാം. കാരണം നമ്മളൊരു ഫാമിലിയാണ്. ശ്രീല പ്രഭുപാദർ ആരംഭിച്ചിട്ടുള്ളത് ഒരു കുടുംബമാണ് എന്ന് പറയും, ഒരു വീടാണ്. ലോകത്തിൽ എല്ലാവർക്കും താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീടാണ് ശ്രീല പ്രഭുപാദർ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ഇസ്കോൺ. വസുധൈവ കുടുംബകം. ഒരു വീട്ടില് നമ്മൾ പരസ്പരം എല്ലാവരും സംവദിക്കും. അവരവരുടെ പ്രശ്നങ്ങൾ, അവരവരുടെ അനുഭവങ്ങൾ അവരൊക്കെ ഷെയർ ചെയ്യും. ഇപ്പോഴാണ് ഒരു റിലേഷൻ ഉണ്ടാകുന്നത്, ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഒരു അവസരമാണ്. നമ്മൾക്ക് എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം. മടിയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഓരോരുത്തർക്കായിട്ട് ഈ സത്സംഗത്തിലേക്ക്, ഇവിടെയുള്ള ക്ലാസ് മാത്രം ആയിക്കൊള്ളണമെന്നില്ല. ഇസ്കോൺ ഗുരുവായൂരിന്റെ ക്ലാസ് മാത്രമല്ല, ഏതെങ്കിലും ഇസ്കോണിന്റെ സത്സംഗത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം, അതെങ്ങനെയാണ് നമ്മളെ ഭഗവാൻ എങ്ങനെയാണ് നയിച്ചിട്ടുള്ളത്, അതേപോലെ അത് വന്നതിന് ശേഷം നമ്മൾക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ചിലപ്പോൾ ഭക്തി പ്രാക്ടീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, അതല്ലെങ്കിൽ നല്ല അനുഭവങ്ങളായിരിക്കാം. എങ്ങനെയാണെങ്കിലും നമ്മൾക്കത് ഷെയർ ചെയ്യാം. പേരുകൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേര് കൊടുക്കാത്തവർക്കും എല്ലാവർക്കും സംസാരിക്കാം. ഒരു 3-4 മിനിറ്റ് ഓരോരുത്തർക്കും എടുത്തുകൊണ്ട് സംസാരിക്കാം. പേരിന്റെ ലിസ്റ്റ് എനിക്ക് അയച്ചിട്ടില്ല എന്ന് തോന്നുന്നു, ഞാൻ കാണുന്നില്ല. പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കുമുള്ള അവസരമാണ്. ഓരോരുത്തർക്കായിട്ട് അനുഭവം പറയാം, പേര് പറയാം, അതിനുശേഷം വീഡിയോ ഓൺ ചെയ്യാം. വീഡിയോ ഓൺ ചെയ്തതിന് ശേഷം സംസാരിക്കാം. ഹരേ കൃഷ്ണ. യെസ്, അജിത് പ്രഭുജി, അജിത് കുമാർ പ്രഭുജി പറഞ്ഞോളൂ. പ്രഭുജി വീഡിയോ ഓൺ ചെയ്തോളൂ. ഞാൻ ഫോൺ തിരിച്ചല്ലാവട്ടെ കിടക്കുക വെച്ചോട്ടെ, എനിക്ക് തിരിച്ചു വെച്ചാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. അതാണ് വീഡിയോ ഓൺ ചെയ്തിട്ടും പറഞ്ഞോളൂ. ഞാൻ ശരിക്ക് ഈ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ തയ്യാറാകുന്നത് നിത്യേന വേറെ സമയം പോക്കൊന്നും ഇല്ലാതെ അസുഖബാധിതനായിരിക്കുന്ന സമയത്ത് ഫോൺ ഞാൻ തന്നെ ആ ഫോണിലൂടെ ഫേസ്ബുക്ക്, കുറെ യൂട്യൂബ് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യാദൃശ്ചികമെന്നോണം തുളസിയ മാതാജിയുടെ കഥാപ്രവചനത്തിന് അത് ദിവസം കേൾക്കാനിടയായി. അപ്പോൾ ഓടി നടന്ന് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തില് ബാലഗോകുലത്തിന്റെ പ്രവർത്തനത്തിൽ സജീവമായി പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ കേട്ടപ്പോൾ മാതാജിയുടെ കഥ നാളെയും ഉണ്ടാകുമോ എന്ന് നോക്കിയിട്ട് പിറ്റേ ദിവസം ആ സമയമായപ്പോൾ ആ മാതാജി സ്ഥിരമായിട്ട് ഇങ്ങനെ കഥ പറയുന്നൊരു അവസരമുണ്ട്. മാതാജിയുടെ കഥ അങ്ങനെ സ്ഥിരമായി കേട്ട് മാതാജി തന്നെ യാദൃശ്യമായി തിരുവനന്തപുരത്ത് മാതാജിയുടെ വീട്ടിൽ പോകുന്ന ഒരവസ്ഥയില് മാതാജിയുടെ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രം, ഇപ്പം ട്രിവാൻഡ്രം പത്മനാഭസ്വാമി ക്ഷേത്രം, അങ്ങനെ കുറെ ക്ഷേത്രങ്ങൾ കാണിച്ചപ്പോൾ ഈ ഇസ്കോൺ കാണിച്ച സമയത്ത് ഇസ്കോണിലെ ജഗത്താച്ചി പ്രഭുവുമായിട്ടുള്ള അഭിമുഖം കാണിച്ചിരുന്നു. അപ്പൊ അതുപോലെ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ അതെല്ലാം കണ്ടപ്പോൾ എന്തായാലും ഇത് തുടരാം എന്ന് വിചാരിച്ചിട്ട് മുൻപോട്ട് പോയി. പിന്നെ എൻ്റെ സ്വമേധയ ഉള്ള ഫ്രണ്ട്സിന്റെ കൂടെ ഇസ്കോണിന്റെ ഫോൺ നമ്പർ തപ്പിയെടുത്ത് ഇസ്കോണിലെ
ബന്ധപ്പെട്ട് അതുകൊണ്ട് ബന്ധപ്പെടുത്തിയ ഒരു പ്രവർത്തകൻ ഗിരിരാജ് പ്രഭുവിന്റെ കയ്യിൽ നമ്പർ കൊടുത്ത് അവിടുത്തെ ഗ്രൂപ്പിൽ പെടുത്തി. അങ്ങനെ പിന്നീട് ഒരു സ്ഥിര ബന്ധമായി മാറി. നാമജപവും തുടങ്ങി. ആവേശം കൊണ്ട് നാമജപം പിടിപിടി എന്ന് 16 മാലയൊക്കെ ആക്കിയെങ്കിലും എന്റെ ആരോഗ്യ പ്രശ്നം എന്നെ ഇന്ന് വരുന്ന അതിശക്തമായ വേനൽക്കാലത്ത് അതിൽ നിന്നും ഡൗൺ ആക്കി കളഞ്ഞു. വീണ്ടും എനിക്ക് തോന്നി, എന്തായാലും എന്റെ ഈ അവസ്ഥയിൽ ഏറ്റവും നല്ലത് ഭഗവാന്റെ കഥ കേൾക്കുക, നാമം ജപിക്കുക, ഇത് രണ്ടും കൊണ്ടു നടക്കുന്നതാണ് എന്നും തോന്നിയിട്ട് ഗിരിരാജ് പ്രഭുവായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, അതൊന്നും സാറില്ല, വീണ്ടും തുടങ്ങിക്കോളൂ. വീണ്ടും തുടങ്ങി, വീണ്ടും തോറ്റു, വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. വീണ്ടും അങ്ങനെ 12 മാലയിൽ എത്തി നിൽക്കുന്ന ഒരു അവസരമാണ് എനിക്കിപ്പോ ഉള്ളത്. അങ്ങനെ അസുഖബാധിതനായ ഞാൻ മറ്റേ നമ്മുടെ മാസികയുടെ വരിസംഖ്യ അടക്കാൻ വേണ്ടിയിട്ട് ഗിരിരാജ് പ്രഭുവായി ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഗുണ്ടേശ്വർ പ്രഭു ആണ് അതിന്റെ ചുമതലയിലുള്ളത്, അദ്ദേഹം ഗുരുവായൂരിലാണ് ഉള്ളത്, അദ്ദേഹത്തെ ഒന്ന് ബന്ധപ്പെടൂ എന്ന് പറഞ്ഞ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരിസംഖ്യയൊക്കെ അടച്ചെങ്കിലും മാസിക ഇറങ്ങാക്കാരും മാസികയിലേക്ക് ഒന്നും വന്നില്ല. അപ്പോൾ പ്രഭുവായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, വൈകുണ്ഠേശ്വർ പ്രഭുജിനോടും ഈ വിവരം പറഞ്ഞു, ഇങ്ങനെ എനിക്ക് വേനൽക്കാലത്ത് അസൗകര്യം ഉണ്ടാകുന്ന സമയത്ത് എന്റെ നാമജപം മുടങ്ങി പോകുന്നു, അപ്പൊ ഇങ്ങനെ തോറ്റു പോകുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഗ്രൂപ്പിൽ പെടുത്തി തരാം, അപ്പൊ ഭക്തന്മാരുമായിട്ട് കൂടുതൽ അടുക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോ ഈ തോൽവി എന്നൊരു വിഷയമല്ലാതെ ആയിക്കോളും എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രാവശ്യവും തോറ്റുവെങ്കിലും വീണ്ടും തുടങ്ങി. അപ്പോ ബഹുമാനപ്പെട്ട നമ്മുടെ മാതാജി ഗ്രൂപ്പ് അഡ്മിൻ മാതാജിയോട് ഈ വിവരങ്ങൾ പ്രത്യേകം പറയുകയുണ്ടായി. മാതാജി, ഇതാണ് എന്റെ അവസ്ഥ, ചൂട് കൊണ്ട് എനിക്ക് താങ്ങാൻ സാധിക്കാത്ത ഈ അവസ്ഥയുടെ എന്റെ നാമജപം മുടങ്ങി. 1, 2 ഒരു കാര്യത്തിലും പങ്കെടുക്കാൻ സാധ്യതയുള്ള സമയത്ത് മാതാജിയോട് വരെ പറയുന്നുണ്ട്, മാതാജി എനിക്ക് ഇരുന്ന് വായിക്കാനുള്ള അവസരമില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലാണ്. അപ്പൊ മാതാജി തന്നെ പറഞ്ഞു, സാരമില്ല, മഴ ഉടനെ പെയ്യും, ധൈര്യമായിട്ടിരിക്കുക എന്നാണ് മാതാജി വരെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വീണ്ടും ഇപ്പൊ എനിക്കുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാല്, എനിക്ക് വൈകിട്ട് ഒരു ദിവസം ഒരു ക്ലാസ് ഇല്ലെങ്കില് പുസ്തകം വായന എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം, പ്രഭുപാദയുടെ പുസ്തകം വായിക്കുക, ഭഗവത്ഗീത വായിക്കുക, ആ ഒരു 10, 12, 15 ഭക്തന്മാരാണ് കൂടുന്നതല്ലെങ്കിൽ പോലും അതും കൂടി ഇല്ലാതെ വരുന്ന സമയത്ത് നമുക്കെന്തോ ഒരു വിഷമമാണ് ആ രാത്രി കഴിച്ചു കൂട്ടാൻ. അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിയിട്ടാണ് നാമജപം ഇപ്പൊ 12 മാലയിൽ വീണ്ടും എത്തിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, താങ്ക് യു അജിത് പ്രഭുജി, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സത്സംഗം ഇല്ലാത്ത അവസ്ഥ പ്രഭുജിന് വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞത്. യെസ്, പ്രഭുജിയുടെ സ്ഥലം കൂടി പറയാം, എവിടെയാണ് പ്രഭുജിയുടെ വീട്. അതേപോലെ എനിക്ക് തോന്നുന്നു പെരുമ്പാവൂർ അടുത്ത് നെടുന്തോട്, ആലുവ പെരുമ്പാവൂർ റൂട്ടിലെ പെരുമ്പാവൂരിൽ നിന്ന് 3 കിലോമീറ്റർ മാറി നെടുന്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് വീട്. വീട്ടിൽ മാതാജി മരുമകനുണ്ട്, മരുമകനാണെന്നാണ് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് പോകുന്നത്. ഭഗവത്ഗീത വലിയ സന്തോഷം പ്രഭുജി, പ്രഭുജിയുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തതിൽ. യെസ്, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വീഡിയോ ഓൺ ചെയ്യാം, കാരണം എല്ലാവർക്കും എല്ലാ ദിവസവും എൻ്റെ വീഡിയോ കാണാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അധികം എല്ലാവരെയും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ കഴിയുന്ന എല്ലാവർക്കും വീഡിയോ ഓൺ ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് സംവദിക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു അജിത് പ്രഭുജി. യെസ്, ഹരേ കൃഷ്ണ. യെസ്, അടുത്ത ആരാണ്? ഇപ്പൊ പ്രഭുജി പറഞ്ഞത്, അജിത് പ്രഭുജി പറഞ്ഞത് സത്സംഗം തുടങ്ങിയതിൽ ശേഷം സത്സംഗം ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് പ്രഭുജി പറഞ്ഞത്. യെസ്, ഷീല മാതാജി പറഞ്ഞോളൂ. ഷീല മാതാജി പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്, എനിക്ക് ഉറക്കമില്ലാത്തൊരു സമയമുണ്ടായിരുന്നു. കിടന്ന ഉറങ്ങാൻ പറ്റാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. കരഞ്ഞു കിടന്ന ദിവസങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ഈ നാമജപത്തിലൂടെ വന്നതിന് ശേഷം
എന്റെ കൂടെ ആരെയോ ഉണ്ടെന്നോ എന്നെ നോക്കാൻ ഒരാളുണ്ടെന്നും എന്തോ എന്ന് പറയാൻ പറ്റത്തില്ല. ഭയങ്കര ധൈര്യവുമാണ്. ഇപ്പൊ ഉറക്കമുണ്ട്. അതൊരു സത്സംഗം ഉണ്ടെങ്കിൽ അത് കേട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ. ഭയങ്കര ധൈര്യമായി പോയി. മരണത്തിന് പേടിയില്ലാണ്ടായി. എനിക്ക് പിന്നെ പ്രഭുജി പറഞ്ഞതുപോലെ ഗോലോകത്തിലെ ചിലപ്പോ ഞാൻ അവിടെ എങ്ങനെയായിരിക്കും, അവിടെ എന്തായിരിക്കും ഭഗവാൻ ചെയ്യുന്നത്, അത് കാണാനായിട്ട് ഭയങ്കര ഈ ഭൂമിയിലുള്ള എല്ലാ ആഗ്രഹങ്ങളും തീർന്ന് അങ്ങോട്ട് പോകണമെന്നുള്ള ഒരു ചിന്തയും കാര്യങ്ങളും, ഒന്നിനോട് ഒരു പേടിയില്ലാത്ത പിന്നെ പുറത്തോട്ട് ഇറങ്ങിയാല് അപകടം പറ്റും, അങ്ങനത്തെ പണ്ട് അങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നാമജപത്തിലും എല്ലാം വന്നതിന് ശേഷം എന്തോ ഒരു ഭയങ്കര ശക്തി നമ്മുടെ കൂടെ ഉള്ള പോലെ, ഒന്നിനോടും ഒരു പേടിയില്ലാത്ത ഉറക്കം എനിക്ക് തീരെ ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഉറങ്ങണുണ്ട്. ഉണരുമ്പോ എനിക്കങ്ങ് ആരോ ഉണ്ട്, ഭഗവാനുണ്ട്, ആ ഒരു ചിന്ത ഭഗവാനെ മനസ്സിലോർക്കും. അതുപോലെ തന്നെ 2:30-2:45 ഗുരുവായൂരപ്പനെ ഉണരാറാവുമ്പോ ഞാൻ ഇവിടെ മിക്ക ദിവസവും ഉണരും. അപ്പൊ ഞാൻ വാച്ച് നോക്കുമ്പോൾ 3 മണി. അപ്പൊ ഭഗവാൻ ഉണർന്നു എല്ലാവരെയും കാണാൻ വരുന്ന ആ ഒരു സമയം, എന്തോ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് മനസ്സിനായാലും ഭയങ്കര സന്തോഷവും ബുദ്ധിമുട്ടുകളൊക്കെ വളരെ കുറഞ്ഞു. ഞാൻ മുമ്പ് ഹരേ കൃഷ്ണ അല്ല ഹരേ രാമ ചൊല്ലുമായിരുന്നു നാമം ജപിക്കുമ്പോ. പക്ഷെ ഞാൻ ഹരേ കൃഷ്ണയിൽ എങ്ങനെ വന്ന് പെട്ടു എന്നൊന്നും എനിക്ക് അറിയില്ല. ഞാൻ വൃന്ദാവനം പോയി, ദ്വാരക പോയി, ഇതൊക്കെ എനിക്ക് എങ്ങനെ സാധിച്ചു എന്ന് ഇപ്പൊ ഓർക്കുമ്പോ ഓരോരുത്തരെ അതിനുള്ള എനിക്ക് കൊണ്ടുവന്ന് തന്നു. പരിചയക്കാരെ അങ്ങനെ പോകാന്, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിച്ചു. ഇപ്പൊ പൂന്താനം ഇല്ലം, പിന്നെ തിരുനാവായ, ഇതൊന്നും നമ്മളിവിടെ അടുത്തുള്ള സ്ഥലമാണെങ്കിൽ അതൊന്നും പോകാനോ ഒന്നും നമുക്കൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാം സാധിച്ചു. ഇപ്പൊ ഗുരുവായൂർ ഇസ്കോണിലെ വരെ ഞാൻ വന്നു. ഇസ്കോൺ വരെ വന്നു. അത് ഇത്രയും കാലം ഗുരുവായൂർ പോയിട്ട് അങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ആ സ്ഥാപനത്തിൽ വരെ എനിക്ക് വരാനായിട്ട് സാധിച്ചു. എന്താന്ന് പറയാൻ പറ്റത്തില്ല. ഭയങ്കര സന്തോഷത്തില. രാവിലെ എണീച്ചാല് എന്തോ ഭയങ്കര നമ്മുടെ കൂടെ ആരോ ഉണ്ടെന്നുള്ളൊരു തോന്നലാണ്. ഒന്നും പേടിക്കണ്ട, ആരോ ഉണ്ട് നമ്മളെ കരുതാന്. മുമ്പ് മക്കളുടെ പുറകെയും കുടുംബക്കാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ പുറകെ ഞാൻ ഒരുപാട് അലഞ്ഞു. അന്നൊന്നും കിട്ടാത്ത ഒരു സുഖവും സന്തോഷവും എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രഭുജിയുടെ ക്ലാസ് അങ്ങേയറ്റം ഞങ്ങൾക്ക് ഒരുപാട് മനസ്സിനും ഒക്കെ നല്ല കിട്ടുന്നുണ്ട്. ഒരു ദിവസം ക്ലാസ് ഇല്ലെങ്കിൽ അതൊരു വിഷമവും ഉണ്ട് നമുക്ക്. ആ പ്രഭുജി പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉറങ്ങും. അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ്. എന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ്. ഇത് ഞാൻ തുടർന്ന് കൊണ്ടുപോകും. ഗോലോകത്തില് പോകാനുള്ള ഒരു മനസ്സ് വരെ എനിക്കിപ്പോ വന്നിട്ടുണ്ട്. അവിടെ എന്തായിരിക്കും ഭഗവാൻ എങ്ങനെയാ ഇരിക്കുന്നത്, അവിടെ ചെന്നാൽ അവിടെ ഉണ്ടോ, അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ ചിന്തകളാ. ഇങ്ങനെ എന്തോ പറയാൻ പറ്റുന്നില്ല പ്രഭുജി. ഭയങ്കര സന്തോഷമാണോ. ഹരേ കൃഷ്ണ. ശീലമതജി എവിടെയാണ് സ്ഥലം പറയൂ? സ്ഥലം പറഞ്ഞില്ല. എന്റെ സ്ഥലം കൊച്ചി, കൊല്ലം ജില്ല കൊട്ടാരക്കരയാണ് എന്റെ ജന്മനാട്. ഞാൻ എന്നെ വിവാഹം കഴിച്ചത് കൊച്ചിയിലാണ്. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് തൃശ്ശൂര് കൊരട്ടി ചാലക്കുടി എന്ന് പറയുന്ന സ്ഥലത്തിലാണ്. ഇവിടെ വന്നാണ് ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒരുപാട് പണ്ടൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ ഒന്ന് പോകാൻ നമുക്ക് സാധിക്കത്തില്ലായിരുന്നു, പോയിട്ടില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പൊ എല്ലാ മാസവും 1-ാം തലേന്ന് പോകാൻ ഒരു അവസരം. ഈ നാട്ടിൽ വന്നപ്പോ എനിക്ക് ഒരുപാട് അതൊക്കെ ഭഗവാന്റെ ഒരു നിയോഗമാണെന്ന് തന്നെ പറയണം. എല്ലാ 1-ാം തലേന്ന് ഞങ്ങൾ ഗുരുവായൂർ ഒരു ദിവസം ഉറക്കം ഒഴിഞ്ഞ് രാവിലെ അമ്പലക്കുളത്തിൽ കുളിച്ച് പോയി തിരുമാലയും കണ്ട് തൊഴുത് ഞാൻ ഇസ്കോണിൽ വന്നിരുന്നു. അന്ന് പൂന്താനം ഇല്ലത്തിൽ പോകാനും തലേന്ന് അവിടെ വന്നിരുന്നു. അവിടെ ഡോമട്രി എടുത്തു താമസിച്ച് പ്രഭുജിനെ കാണണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് അന്ന് പകല് പറ്റിയില്ല. പിന്നെ നമ്മള് യാത്രയിൽ പോകുമ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇതാണ് പ്രഭുജിയെ കാണുന്നത് തന്നെ. ഞങ്ങൾക്ക് മതജി എന്താണ് വർക്ക് ചെയ്യുന്നത്? ഭയങ്കര നെറ്റ് കുറവാണെന്ന് തോന്നുന്നു. ക്ലിയർ ആയി കേൾക്കുന്നില്ല. അപ്പൊ വലിയ സന്തോഷം മതജി, ഷീല മതജി. അവിടെ നെറ്റ് കുറവാണെന്ന് തോന്നുന്നു. ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. മതാജി ഇപ്പം തൃശ്ശൂരാണെന്നാണ് മനസ്സിലാക്കുന്നത് അല്ല? എന്താണ് വർക്ക് ചെയ്യുന്നത്? തൃശ്ശൂരാണ്. തൃശ്ശൂർ ആയുർവേദം.
അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ജോലിയുമാണ് കിട്ടിയത്. ആയുർവേദത്തിലാണ്, യെസ്. സർക്കാരിന്റെ അപ്പൊ ആയുർവേദ മാതാജിക്ക് ഔഷധി. ഇപ്പോൾ സത്സംഗം കേട്ടതിന് ശേഷം ഒരു സംരക്ഷണം, ഭഗവാന്റെ ഒരു സംരക്ഷണം ഫീൽ ചെയ്യുന്നുണ്ട്. സംരക്ഷണം, ഭയങ്കര സംരക്ഷണം, ധൈര്യം വേണം, ഭയങ്കര ധൈര്യം. മറ്റേ മരണത്തെ കുറിച്ചൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ അതിന് യാതൊരു പേടിയും ഇല്ല എന്നുള്ളതാണ്. ഈ ലോകത്തിലുള്ളതെല്ലാം മതിയായി, ഭൂമിയിലുള്ളതെല്ലാം മതിയായി, പോകണമെന്നുള്ള ആ ഒരു ഇതാണ്. ഭഗവാൻ വന്ന് കൊണ്ടുപോകും, ദൂതന്മാര് വരുമോ, ആരായിരിക്കും വരുന്നത് എന്നൊക്കെയുള്ള നമുക്ക് ഭാഗ്യമുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് പറയും എങ്ങനെ ഭഗവാനെ ഓർത്തു പറയാൻ പറ്റില്ല. ഒക്കെ ഭയങ്കര ഒരു മാറ്റമുണ്ട്. ഓക്കെ, വലിയ സന്തോഷം. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, ഹരേ പരം കൃഷ്ണ. ദൃഷ്ടാ നിവർത്തതെ, ഹരേ കൃഷ്ണ. പരം ദൃഷ്ടാ നിവർത്തതെ. ഉയർന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് താഴ്ന്ന കാര്യത്തിൽ നിന്നും മുക്തി ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ശീല മാതാജിക്കും അങ്ങനെ ഒരു ഉയർന്ന ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ, അതിൽ ഭഗവാന്റെ സംരക്ഷണം ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് മാതാജി പങ്കുവച്ചിട്ടുള്ളത്. വളരെ സന്തോഷം മാതാജി, ശീല മാതാജി. ഹരേ കൃഷ്ണ. യെസ്. എന്നും ആയുസ്സും ആരോഗ്യം തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രഭുജിയുടെ ക്ലാസ് അത്യുഗ്ര എന്ന് തന്നെ പറയണം. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ശീല പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. യെസ്. ഇനി ആരാണ്? അടുത്ത ആരാണ്? ഹരേ കൃഷ്ണ പ്രഭുജി. വിഷ്ണുപ്രിയാണ്. വിഷ്ണുപ്രിയ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാനീ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ഇസ്കോണിൽ വന്ന ശേഷം ഇപ്പൊ മാതാജി എല്ലാം പറഞ്ഞ പോലെ തന്നെയായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര പേടിയും എല്ലാത്തിനും സംശയവും അങ്ങനെയൊക്കെ തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തിനിറങ്ങുമ്പോൾ ഒരു പേടിയായിരുന്നു. പക്ഷെ ഇസ്കോണിൽ വന്ന ശേഷമാണ് നമുക്ക് എന്തിനാ പേടിക്കണേ, ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്ത വന്നു. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ഭാഗവതം വായിച്ചിട്ടുണ്ട്, കുറെ കേട്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും അതൊരു അടുക്കും ചിട്ടയോടുകൂടെ ഭാഗവതം എന്താന്ന് മനസ്സിലാക്കി തന്നത് പ്രഭുജിയാണ്. അതുകൊണ്ട് ഇപ്പൊ നേരത്തെ മാതാജി പറഞ്ഞ പോലെ പ്രഭുജിയുടെ ക്ലാസ് ഒരു ദിവസം മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ അന്നത്തെ ആ രാവിലെ നമുക്ക് എന്തോ ഇല്ലാത്തൊരു മാതിരിയാ തോന്നുക. ആ ഒരു അലാറം വെച്ചേക്കാണ്, ഇനി അഥവാ ഞാൻ എങ്ങാനും മിസ്സാവാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് നേരത്തെ അലാറം 5:10 തന്നെ അലാറം വെക്കും, കാരണം ക്ലാസ്സിൽ കയറണം വേണ്ടിയിട്ട്. അതുകൊണ്ട് എനിക്ക് മിസ് ചെയ്യാൻ ഇഷ്ടമല്ല, പക്ഷേ ഏതെങ്കിലും യാത്ര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവുമ്പോൾ. അതെ, പക്ഷെ ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു ലോസാണ് ശരിക്കും. ആ മോർണിംഗ് മെഡിറ്റേഷൻ തന്നെയാണ് അത് ശരിക്കും. അതെന്നിട്ട് ഞാൻ എല്ലാവരോടും പറയും, ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, പറ്റുന്നവരെല്ലാരും കയറണം എന്ന് പറഞ്ഞിട്ട് പറ്റാവുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഗുരുവായൂർ രാവിലെയുള്ള ക്ലാസ് ഉണ്ട്, അത്രയും നല്ല ക്ലാസ്സാണ്. കാരണം ഭാഗവതം എന്താണെന്ന് ഞാൻ പറയാട്ടോ, എനിക്കിപ്പോ ശരിക്കും ഭാഗവതത്തിനോട് ഒരു രുചി വന്നത് ഇപ്പോഴാണ്. മറ്റേതിങ്ങനെ ചെതറിക്കിടക്കണ പോലെ കേട്ടിട്ടുണ്ട്, കഥകൾ അറിയാൻ, വായിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് എന്താണെന്ന് പഠിപ്പിച്ചു തന്നത് പ്രഭുജിയാണ്. അതുകൊണ്ട് നമ്മുടെ ഭക്തി വിനോദ് സ്വാമി മഹാരാജിന്റെ നിർദ്ദേശമാണ് ദിവസം രാവിലെ എല്ലാവരെയും വിളിച്ച് ഭാഗവതം വായിക്കണം, നാമം ജപിക്കണം എന്ന് പറഞ്ഞു. മഹാരാജിന്റെ നിർദ്ദേശം പാലിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഹരേ അത് ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ് കൃഷ്ണ. അപ്പൊ അങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്നതിൽ വലിയ സന്തോഷമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം പ്രഭുജി. നമസ്കാരം, പാദ നമസ്കാരം ചെയ്യണം. ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞിട്ടുള്ളത് ഭാഗവതം മോർണിംഗ് മെഡിറ്റേഷനെ കുറിച്ചാണ്. അപ്പൊ ഭാഗവതത്തിൽ രുചി ഉണ്ടായി എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പം അത് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, നിത്യം ഭാഗവത സേവ. നമ്മൾ ദിവസവും ഭാഗവതം വായിച്ചാലേ നമുക്ക് അതിനോട് രുചി ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് സംഭവിക്കുന്നത്. സന്തോഷം മാതാജി. വിഷ്ണുപ്രിയം, വിനീത. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം. ഹരേ കൃഷ്ണ. യെസ്, ഞാൻ പറയട്ടെ. യെസ്. ഹേമലത മാതാജി പറഞ്ഞോ, വീഡിയോ ഓൺ ചെയ്തോളൂ. യെസ്, വിഷ്ണുപ്രിയ മാതാജി എവിടെയാണ് ഇപ്പം നിൽക്കുന്നത് എന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ കൊടുങ്ങല്ലൂര് എസ് എൻ പുരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്, ഹേമലത മാതാജി പറഞ്ഞോളൂ. യെസ്, പറഞ്ഞോളൂ, കേൾക്കാം. കേക്കട്ടോ? എന്റെ പേര് ഹേമലത. ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് കഴിഞ്ഞ വർഷം ഗീതാ ജയന്തിയുടെ അന്നാണ് എന്നെ ഇത് റെഫറൻസ് ചെയ്തത് സുപ്രഭ മാതാജിയാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണ് സുപ്രഭ മാതാജി. അങ്ങനെ എന്നോട് പറഞ്ഞു ഇസ്കോണിന്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ഭാഗവതമൊക്കെ കേൾക്കാറുണ്ട്, മറ്റേ ഉദിത് ചൈതന്യയുടെ ക്ലാസ്സൊക്കെ ഡെയിലി കേൾക്കാറുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ
നമുക്ക് ക്ലാസ് ആയിട്ടല്ലല്ലോ, കുറേ ആശയങ്ങളൊക്കെ തരും. പക്ഷേ ശരിക്കും സ്കൂളിൽ ക്ലാസ് കേട്ടേ പിന്നെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതും പഠിക്കാനുള്ളതും ടെൻഡൻസിയൊക്കെ തുടങ്ങിയത് സ്കൂളിൽ ചേർന്നേ പിന്നെയാണ്. പിന്നെ രാവിലെ എനിക്ക് 4 മണിക്ക് എണീക്കാൻ, നാമജപത്തിന് എണീക്കാൻ എനിക്ക് അലാറമൊന്നും വേണ്ട. ഞാൻ 4 മണിക്ക് തന്നെ ഉണരും. 4 മണിക്ക് ഉണർന്ന് കഴിഞ്ഞിട്ട് നാമജപം 16 ജപമാല ജപിക്കുക രാവിലെ തന്നെ. അതിൻ്റെ പ്രഭുജിയുടെ ക്ലാസ് 5:15 ആകുമ്പോഴേക്കും എൻ്റെ 12 മാല ജപിച്ച് കഴിയും. പിന്നെ പ്രഭുജിയുടെ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത 4 മാല ജപിക്കണം. പക്ഷെ പ്രഭുജിയുടെ ക്ലാസ് ഒരു ദിവസം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. രാവിലെ അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു ഉണർവും ഒരു സന്തോഷം. അന്നത്തെ ദിവസം ഓക്കെ. പിന്നെ ഞാൻ ജോലി ചെയ്തിരുന്നത് ESIയിലാണ്. ഗവൺമെൻറ് ജോലിയായിരുന്നു, ESI. അത് റിട്ടയർഡ് ആയിട്ട് ഇപ്പോൾ 6 കൊല്ലമായി. അതിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഭാഗവതമൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ജോലി റിട്ടയർഡ് ആയപ്പോഴാണ് എനിക്ക് സ്വസ്ഥമായിട്ട് ഇസ്കോളിന് വരാൻ പറ്റിയതും പ്രഭുജിയുടെ ക്ലാസ് കേൾക്കാൻ പറ്റിയതും. എന്താ പറയുക, ഭയങ്കര മനസ്സിന് ഭയങ്കര ഉണർവാണ്. പക്ഷെ എനിക്കൊരു വിഷമമുള്ളതെന്ന് വെച്ചാൽ രാത്രി ഭഗവത്ഗീത ക്ലാസ് ഉണ്ടായിരുന്നു 8:30 പ്രഭുജിയുടെ. പക്ഷെ അതിപ്പോൾ ഇല്ല. അതാണ് ഒരു ഭയങ്കര ടെൻഷൻ. അത് എത്രയും വേഗം തുടങ്ങണം കേട്ടോ പ്രഭുജി. പ്രഭുജിയുടെ ആ ഭഗവത്ഗീത ക്ലാസ്സും കേൾക്കാനാണ് നമ്മൾ കാലത്തെ ആവാൻ എനിക്ക് നോക്കിയിരിക്കും ഭാഗവത ക്ലാസ് കേൾക്കാൻ. രാത്രി പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നാമജപം കഴിഞ്ഞ് 8:30 ആകുമ്പോഴേക്കും ഭക്ഷണം അതിന് മുമ്പേ കഴിക്കും. ഈ പ്രഭുജിയുടെ ക്ലാസ് കേൾക്കാനായിട്ട് ഗീത. പക്ഷെ അതിപ്പോൾ കിട്ടുന്നില്ല. അത് ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്. ഗീത ക്ലാസ് എങ്ങനെയാലും വേണം കേട്ടോ പ്രഭുജി. പിന്നെ ഇവിടെ എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ക്ലാസ് ഉണ്ട്, പ്രഭുജിയുടെ ക്ലാസ് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ അത്രയ്ക്കേ ഉള്ളൂ. പക്ഷേ പ്രഭുജിയുടെ ഭഗവത്ഗീത ക്ലാസ് വേഗം തുടങ്ങണം കേട്ടോ. തീർച്ചയായിട്ടും. ഭാഗവതം നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട്. എനിക്ക് കഥയൊക്കെ ശരിക്കും കുറേയൊക്കെ അറിയായിരുന്നു. പക്ഷെ ഓരോ ദിവസത്തെയും 5 ശ്ലോകം വീതം ചെല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ എല്ലാം എഴുതിയെടുക്കും. എനിക്കിപ്പോൾ ഞാൻ ഒരു കൊല്ലം ആവുന്നേ ഉള്ളൂ ഇതിലൊക്കെ വന്നിട്ട്. ഒരു കൊല്ലം ആയിട്ടില്ല. പക്ഷെ എൻ്റെ 3 ബുക്ക് കഴിഞ്ഞു. ഭാഗവതത്തിന് 3 ബുക്ക് കഴിഞ്ഞു. ഗീതാ ക്ലാസ് പിന്നെ ഞാൻ തിരുവനന്തപുരത്തെ മറ്റേ ഉദയമാദേവിൻ്റെ ക്ലാസ് കുറച്ചു നേരം കേട്ടായിരുന്നു. പക്ഷെ ഇത് തുടങ്ങിയപ്പോൾ ഞാൻ അത് കേൾക്കാറില്ല. പ്രഭുജിയുടെ ക്ലാസ് തന്നെ കേൾക്കാറ്. പക്ഷെ ഇപ്പം അതുമില്ല ഇതുമില്ലാണ്ട്. പ്രഭുജിയുടെ ക്ലാസ്സും ഇപ്പം കിട്ടാത്ത കാരണം ഭയങ്കര ടെൻഷനുണ്ട്, ഭയങ്കര വിഷമം. ഉദയമാദേവിൻ്റെ കുറേ ആയ കാരണം പിന്നെ എനിക്ക് പിന്നെ അതിലേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ട്. പിന്നെ മൂന്ന് ഇത്രയ്ക്കുള്ള ബുക്ക് മാതാജി തീർന്നു എന്ന് പ്രഭുജിക്ക് പറയുന്നത്. വേഗം തുടങ്ങണം കേട്ടോ, വേഗം തുടങ്ങണം. തീർച്ചയായിട്ടും. ഭഗവത്ഗീത ക്ലാസ് തുടങ്ങാം. താങ്ക് യു തീർച്ചയായിട്ടും. പ്രഭുജി. ഹരേ കൃഷ്ണ. മാതാജിയുടെ സ്ഥലം പറഞ്ഞില്ല. എൻ്റെ സ്ഥലം അങ്കമാലി. അങ്കമാലി, യെസ്. അങ്കമാലി മേക്കാട്. ഓക്കെ. സന്തോഷം. പ്രഭുജി ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ വരണ ഒരു ദിവസം. കാരണം ഇവിടെ തീർച്ചയായിട്ടും. ഒരു ക്ലാസ് വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാര്. തീർച്ചയായിട്ടും ഞാൻ വരാൻ റെഡിയാണ്. മാതാജി ആ, വിളിച്ചാൽ മതി. ശരി ശരി. യെസ്. 3 ബുക്ക് മാതാജി തീർന്നു എന്ന് പറയുന്നത് എന്താണ്? മാതാജി നോട്ട് ചെയ്ത് വെച്ചതാണോ? അതെ, നോട്ട് ചെയ്ത് വെച്ചതാണ്. എല്ലാ ദിവസവും എഴുതിയെടുക്കും. പ്രഭുജി പറയണതൊക്കെ എഴുതിയെടുക്കും. യെസ്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്, നോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോഴേ നമുക്ക് അതെ ഓർമ്മയുണ്ടാവും. മാതാജി നമുക്കൊരു മോഡലാണ്. യെസ്. എല്ലാവർക്കും. ഹരേ കൃഷ്ണ. ഉം. സന്തോഷം മാതാജി. ഹേമലത മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്. പ്രതീഷ് പ്രഭുജി പറഞ്ഞോ. എൻ്റെ പേര് പ്രതീഷ് എന്നാണ്, തിരുവല്ലാമല വീട്. ഞാനൊരു 2.5-3 വർഷത്തോളായി. വീഡിയോ ഓൺ ചെയ്തോ പ്രഭുജി. എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്ത് തന്നെ വിജയമുകുന്ദ് പ്രഭുജിയുടെ പ്രഭാഷണങ്ങളും എല്ലാം ആണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഗുരുവായൂർ വരുന്ന സമയത്തെ വിജയമുകുന്ദ് പ്രഭുജി പുസ്തകം ബുക്ക് അങ്ങനെ ഭഗവത്ഗീത ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ നിൽക്കാറുണ്ട്. അപ്പൊ പ്രഭുജി എന്നോട് ചോദിക്കും ബുക്ക് ഇങ്ങനെ. അപ്പൊ എനിക്ക് വായിക്കാൻ സമയമില്ല എന്നുള്ള ധാരണയിൽ ഇങ്ങനെ പോകും. പിന്നെ ഒരു ദിവസം വന്ന് എന്തായാലും പ്രഭുജി പറഞ്ഞതല്ലേ കൊണ്ട് ഒരു ബുക്ക് വാങ്ങി. ഞാൻ ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. പിന്നെ ഇസ്കോണിന്റെ അമ്പലത്തിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ പ്രഭുജിയായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട പ്രഭുജി പറഞ്ഞു 1-2 മാലയെങ്കിലും പ്രതീക്ഷിച്ച് ജപിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം ഞാൻ കുറെ ആയിട്ട് 16 മാല ജപിക്കുന്നുണ്ട്. എനിക്ക് രാവിലെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് രാവിലെ ക്ലാസ്സിന് കയറാൻ. കാരണം ഞാൻ വർക്ക് കുറച്ച് നൈറ്റ് ഡിലേ ഉള്ള വർക്ക് ആവുകൊണ്ട് മാത്രം ഒരു ഡിലേ ഉണ്ട്. വൈകുന്നേരത്തെ എല്ലാ ക്ലാസ്സിലും ഞാൻ കയറാറുണ്ട്. മുമ്പ് ഞാൻ സ്ഥിരമായിട്ട് 8 മണിക്കൊക്കെ ബിസിനസ്സിന് പോയിരുന്നത് വൈകുന്നേരത്ത് നിർത്തി. 8 മണിക്ക് നിർത്തിയിട്ട് നമ്മുടെ ഭഗവത്ഗീത ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 10 മണിക്ക് ശേഷമാണ് വീണ്ടും കമ്പ്യൂട്ടറിൽ കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാറുള്ളത്. ഇനി രാവിലെയും കൂടി സ്ഥിരമായിട്ട് ആൾവേസ് കയറുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മുടങ്ങുന്നുണ്ട്. അതും കൂടി ഒന്ന് കറക്റ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം. പിന്നെ എൻ്റെ ഒരു ഉദ്ദേശം ശരിയാണെങ്കിൽ സുമാർ ഒരു 100 ബുക്കെങ്കിലും ഞാൻ പ്രഭുജിയിൽ നിന്ന് വാങ്ങിയിട്ട് എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തിട്ടുണ്ടാവും.
അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പതുക്കെ പതുക്കെ മറ്റു ആൾക്കാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൊണ്ട് ഇങ്ങനെ കൂടുതൽ ഇസ്കോണിൽ ഇങ്ങനെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഒരുപാട് ആൾക്കാർ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഇങ്ങനെ സമയം കളഞ്ഞിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ഒന്നിനും പോകണില്ല. ഞാൻ ഉള്ള സമയം മുഴുവൻ ജപിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പൊ ഞാൻ കോഴിക്കോട് വന്നാണ്, എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ജപമാല എടുക്കാൻ വിട്ടുപോയി. ഞാൻ ഡിസ്കോണിന്റെ സെന്ററിൽ അവിടെ പോയി നോക്കിയിട്ട് ജപമാല അവിടെ കിട്ടിയില്ല. പിന്നെ ഞാൻ വേറെ സ്ഥലത്ത് പോയി വാങ്ങിയിട്ട് എന്തായാലും 16 മാല ജപിച്ചിട്ടേ ഞാൻ കിടക്കുള്ളൂ. അങ്ങനെ ചെയ്യാറുണ്ട് മാക്സിമം. എന്തായാലും പ്രഭുജിയുടെ ഒരു കാരുണ്യം കൊണ്ടാണ് ഇത്രയൊക്കെ സാധിച്ചത്. ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട് പ്രഭുജിയുടെ തിരുവല്ലാമല വരണം, അമ്പലത്തിൽ ഒരു പ്രഭാഷണമൊക്കെ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഭഗവത്ഗീത ക്ലാസ് എന്തെങ്കിലുമൊക്കെ. അത് സാധിക്കുമെന്ന് വിചാരിക്കണം. ഭഗവാന് എന്താ ഭഗവാൻ വിചാരിച്ചേക്കണമെന്ന് അറിയില്ലല്ലോ, നമ്മൾ പ്രാർത്ഥിക്കാം. എന്തായാലും സന്തോഷം. ഹരേ കൃഷ്ണ. ശരി, സന്തോഷം പ്രതീഷ് പ്രഭുജി. എല്ലാം ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും കാരുണ്യമാണ്. പിന്നെ പ്രതീഷ് പ്രഭുജി നല്ല എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കൂടുതൽ പുസ്തകങ്ങളിലേക്ക് ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഭഗവത്ഗീത പുസ്തകങ്ങൾ ഇവിടെ വാങ്ങി സൈലന്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഒരു മാല ജപിക്കാൻ പോലും സമയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രതീഷ് പ്രഭുജി എല്ലാ ദിവസവും 16 മാല ജപിക്കുന്നുണ്ട്. അത് വലിയ സന്തോഷമാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രതീഷ് പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാജേശ്വരി ശശിധരൻ മാതാജി പറഞ്ഞോളൂ. മാതാജി വീഡിയോ ഓൺ ചെയ്തോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഞാൻ പാലക്കാട് ചിറ്റൂരിനടുത്ത് നല്ലേപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പൊ എന്നെ ആക്ച്വലി ഇതിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ ഒരു സഹോദരി തുല്യായിട്ടുള്ള എൻ്റെ ഒരു അടുത്ത ബന്ധു, നമ്മുടെ ഇസ്കോൺ ഗ്രൂപ്പിലെ ഈ ഗ്രൂപ്പിലുള്ള ഗീതാ മാതാജിയാണ്. ഏകദേശം ഞാനൊരു 5-6 മാസമായിട്ടുള്ളൂ ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ നാമം ജപിക്കാറുണ്ട്, വിഷ്ണു സഹസ്ര നാമം ചൊല്ലാറുണ്ട്. പക്ഷെ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ ഇപ്പോഴാണ് ഞാൻ വായിക്കാനും പ്രഭുജിയുടെ ഇതൊക്കെ കേട്ടിട്ടാണ് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഭഗവാൻ കൂടെ ഉണ്ടെന്നൊരു ശക്തമായിട്ടുള്ള തോന്നൽ ഇപ്പൊ വന്നു തുടങ്ങി. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് ടെൻഷൻ അടിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പോഴും ഒരു അകാരണമായിട്ടുള്ള ഭയം, ഒരു കാര്യമില്ലാതെ എന്തൊക്കെയോ ഭയക്കണ പോലെയോ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഒക്കെയാണ് എപ്പോഴും മനസ്സിലേക്ക് വരിക. ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ധൈര്യം കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ എന്താ പറയാ, ഞാൻ ഗുരുവായൂര് വർഷത്തിലൊരിക്കലൊക്കെ പോവാറുള്ളൂ. സാഹചര്യം കിട്ടും, പക്ഷെ എന്നാലും നമ്മൾ അതിനെക്കുറിച്ച് അത്ര ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഇതിൽ വന്നതിന് ശേഷം ജൂണിലും ജൂലൈയിലും ഒക്കെ പോയി. അപ്പൊ എനിക്ക് ഭഗവാനെ കാണാൻ കഴിഞ്ഞു. അതെന്റെ മനസ്സിൽ എനിക്ക് ചിലപ്പോൾ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തോന്നുക ഗുരുവായൂരപ്പനെ കാണണം. അപ്പൊ ഉടനെ തന്നെ എനിക്ക് പോകാനൊരു സാഹചര്യം കിട്ടാറുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു മാറ്റം വന്നത്, ഞാൻ നോൺ വെജ് കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇതിലേക്ക് വന്നതിന് ശേഷം ഇപ്പൊ ഏകദേശം ഒരു 2.5 മാസമൊക്കെ ആയിട്ടുണ്ട്, പൂർണ്ണമായിട്ടും ഞാനത് നിർത്തി. അതെനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. ഞാനതിപ്പോ ഒട്ടും കഴിക്കുന്നില്ല. പിന്നെ അതുപോലെ എന്താ പറയാ, ഉറക്കം, ദുസ്വപ്നമൊന്നും കാണാതെ നല്ലൊരു ഉറക്കം, ശാന്തമായിട്ടുള്ള ഒരു ഉറക്കം എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ എന്താ പറയാ, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പ്രത്യേക രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആരെ വിളിച്ചാലും എൻ്റെ സംസാരം മുഴുവൻ ഞാൻ ഇതിനെക്കുറിച്ചായിരിക്കും. എൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു കഴിഞ്ഞാലും, ഞാനൊരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളാണ്. അപ്പൊ എനിക്കിപ്പോ 60 years old ആണ്. അപ്പൊ ഞാൻ റിട്ടയർ ചെയ്ത് ഞാനിപ്പോ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറയാറുള്ളത് ഈ ഒരു കാര്യത്തെ കുറിച്ച് മാത്രമാണ്. എന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, ഇസ്മോളിനെ കുറിച്ച് പറയും, ഗുരുജിയെ കുറിച്ച് പറയും, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. കുറെ പേർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തു, ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. ഇനി നിങ്ങൾ നോക്കിയാൽ കിട്ടും. ഞാൻ ആദ്യത്തെ 1-2 മനസ്സിലാക്കി കൊടുത്തു. പിന്നെ നമ്മുടെ ജ്ഞാനപ്പാന ക്ലാസ് 7 ദിവസം ഉണ്ടായിരുന്നു. ഞാനത് ഒരു ദിവസം പോലും മുടങ്ങാതെ ശരിക്കും അത് കേട്ടു. എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഞാനതിലെ അർത്ഥങ്ങളൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ ചൊല്ലുന്ന ഒരു രീതിയായിരുന്നു. പക്ഷെ എനിക്കിപ്പോ അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ചൊല്ലാൻ തുടങ്ങി. അപ്പൊ അതിന്റെ എന്താന്ന് വെച്ചാൽ വേറെ ഏതോ ഒരു ലോകത്ത് പോലെയാണ്. ഇപ്പൊ ഞാൻ പ്രഭുജിയുടെ ക്ലാസ് രാവിലെ ഞാൻ 4 മണിക്ക് ഉണരാറുണ്ട്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുറെ നാമം ചൊല്ലും, മാല ജപിക്കും. പിന്നെ അത് കഴിഞ്ഞാല് പിന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ബാക്കി ചൊല്ലാറുണ്ട്. 16 വട്ടം ചൊല്ലും ദിവസവും. അങ്ങനെ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നല്ലൊരു മാറ്റം, സന്തോഷം. മനസ്സിൽ എപ്പോഴൊരു എന്താ പറയാ, ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി. ആരോടും എനിക്കങ്ങനെ ദേഷ്യം വരുമോ, കാണുന്നവരോടൊക്കെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെ ഏറ്റവും സഹായിച്ചത് എൻ്റെ പ്രിയ എന്താ പറയാ, എൻ്റെ ഒരു സഹോദരി തുല്യ, എൻ്റെ ഒരു ചേച്ചിയുടെ സ്ഥാനമാണ് ഗീതാ മാതാജി. ഞാൻ ആദ്യം അവരോട് നന്ദി പറയാണ്. പിന്നെ അതുപോലെ ഗീതാ മാതാജി ഇവിടെ ഗ്രൂപ്പിലുണ്ടോ?
ഗീത മാതാജി എവിടെ? ഉണ്ട്, ഹരേ കൃഷ്ണ. വീഡിയോ ഓക്കെ, വീഡിയോ ഹരേ കൃഷ്ണ ഉണ്ട്, ഉണ്ട്. യെസ്, ഓൺ ഹരേ കൃഷ്ണ. ചെയ്തിട്ടുണ്ട്, ഓൺ ചെയ്തിട്ടുണ്ട് പോയി. യെസ്, ഹരേ കൃഷ്ണ. സന്തോഷം. ഇത് ഗീത അപ്പൊ മാതാജിയാണ് ഞങ്ങളും രാജേശ്വരി മാതാജിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴും ഞങ്ങൾക്ക് ഇത് തന്നെയാണ് കൂടുതലായിട്ട് സംസാരിക്കാനുള്ളത്. ഏത് കാര്യം പറയുമ്പോഴും നമുക്ക് ഭഗവാന്റെ കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളും സംശയങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ എന്തായാലും പിന്നെ ശ്ലോകങ്ങൾ ചൊല്ലാനായിട്ട് അത്രയ്ക്കൊരു ഫ്രീക്വൻസി എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കൊരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും മക്കളുടെ അടുത്തേക്ക് ആയിരിക്കും. ഇപ്പൊ നാളെ ഞാൻ അങ്ങോട്ട് പോവാണ്, ഓസ്ട്രേലിയയിലേക്ക് പോവാണ്. പക്ഷെ എനിക്ക് അവിടുത്തെ സമയം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ കയറാനൊരു ബുദ്ധിമുട്ട്. പിന്നെ യൂട്യൂബിലൊക്കെ നോക്കണം എന്ന് വിചാരിക്കുന്നു, എന്നാലും ലൈവിൽ കയറുന്ന പോലെ ഒരു സന്തോഷം കിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇനി 3 മാതാജി മാസം സ്ഥിരമായിട്ട് കഴിഞ്ഞിട്ട് 3 മാസത്തേക്ക് പോവാണ്. 3 മാസത്തേക്കാണ് പോകുന്നത്. 3 മാസം കഴിഞ്ഞാൽ വരും, പിന്നെ കുറച്ച് 2 മാസം ഇവിടെ നിൽക്കും, പിന്നെയും പോകും. അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഞാൻ ഗീതാ മാതാജി എനിക്ക് കുറെ ബുക്കൊക്കെ വാങ്ങിക്കൊണ്ട് തന്നു. ഞാൻ അതും കൊണ്ടാണ് പോകുന്നത്. അവർക്കുള്ള ഭഗവത്ഗീതയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അവരും അതിന്റെ ഒരു പാതയിലൊക്കെ ആയതുകൊണ്ട് ഒരു സന്തോഷമുണ്ട് എനിക്ക്. അപ്പൊ അങ്ങനെ എന്തായാലും പ്രഭുജിയെ കാണുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ഒരു നല്ലൊരു ഊർജ്ജമാണ്, മനസ്സിലൊരു ശക്തിയും ധൈര്യം ഒക്കെ ഉണ്ടാവും. എന്തായാലും ഭഗവാൻ എല്ലാ എന്താ പറയാ അനുഗ്രഹങ്ങളും പ്രഭുജിക്കും തരട്ടെ. ഞങ്ങളെ ഈ വഴിക്ക് കൊണ്ടുവന്നില്ലേ, പ്രഭുജിക്ക് നല്ലൊരു പങ്കുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷം. രാജേശ്വരി മാതാജി, ഹരേ കൃഷ്ണ. മാതാജി റിട്ടയർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൾ ആണ് പാലക്കാട് ചിറ്റൂരിൽ. അപ്പം മാതാജി പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഭയശോകാദി വർജിത ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ. ദിവസം നിത്യം ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ ദുഃഖങ്ങളും ടെൻഷൻ ഇല്ലാതാവും എന്നവിടെ ഗ്യാരണ്ടി പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ മാതാജി പറഞ്ഞു. പിന്നെ മാതാജി വേറെ ഒരു വലിയ സ്റ്റെപ്പ് എടുത്തിട്ടുള്ളത് നോൺ വെജ് ഒക്കെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു. പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അതെനിക്കൊരു ഞാൻ ഒരുപാട് കാലമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഞാൻ മക്കളുടെ അടുത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. പക്ഷെ ഞാനിപ്പോ വളരെ നല്ലൊരു ദൃഢമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു. ഞാൻ കഴിക്കില്ല, ഞാൻ ഈ പാതയിലേക്കാണ്. അങ്ങനെ അതൊരു സന്തോഷം. കേരളത്തില് അങ്ങനെയാണ്. കേരളത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് സാഹചര്യങ്ങളൊക്കെ. പക്ഷെ ഭഗവാൻ പറഞ്ഞതുപോലെ ദൃഢവ്രതൻ ആണെങ്കിൽ നമുക്ക് ഏത് സാഹചര്യത്തിലും ചെയ്യാൻ പറ്റും. വലിയ സന്തോഷമുണ്ട് മാതാജി. ഇപ്പൊ മാതാജി ശ്രവണം ഭഗവാനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയ അതിനുശേഷം ഇപ്പൊ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ ഭഗവാനെ കുറിച്ചാണ്. ശ്രവണം ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മള് കീർത്തനവും ചെയ്യും എന്നുള്ളതിന്റെ ഒരു കാര്യം. അപ്പം ഞാൻ ആരെയും വിളിച്ചാലും എന്റെ അടുത്ത വീട്ടിലുള്ളവരോടാണെങ്കിലും എന്റെ ബന്ധുക്കളോടാണെങ്കിലും ഞാൻ ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. വലിയൊരു സന്തോഷമുണ്ട്, മനസ്സിന് വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ കുട്ടിക്കാലം മുതൽ ഭക്തിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഭഗവത്ഗീതയും ഭാഗവതം വായിക്കാനുള്ള ഒരു സാഹചര്യം, അതിനെക്കുറിച്ചൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് അതിന്റെ അർത്ഥവും കാര്യങ്ങളും വളരെ, ഞാൻ ഒരു ദിവസം പോലും മുടക്കാറില്ല. എന്നും കൃത്യസമയത്ത് എഴുന്നേക്കും, ഈ കാര്യങ്ങളൊക്കെ കേൾക്കും. വലിയൊരു സന്തോഷമുണ്ട്. നാളെ മുതൽ ഒരു ബുദ്ധിമുട്ട് വരും, അതിനെക്കുറിച്ച് ഓർത്തൊരു സങ്കടമൊക്കെ ഉണ്ട്. എന്താ ചെയ്യാന്ന് അറിയുന്നില്ല. അപ്പൊ അത് നമുക്ക് യൂട്യൂബിലൊക്കെ കേൾക്കാൻ സാധിക്കും. അതെ അതെ അതെ. മാതാജി ഏത് സ്കൂളിലായിരുന്നു പ്രിൻസിപ്പൾ ആയിട്ട് വർക്ക് ചെയ്തത്? ഞാൻ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു പ്രഭുജി. അത് ഞാൻ അവസാനം ചിറ്റൂർ ബോയ്സില്, പിന്നെ കോഴിക്കോട്, മലപ്പുറം, അങ്ങനെയൊക്കെ ഒരുപാട് സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് റിട്ടയർ ചെയ്തത് പാലക്കാട് ജില്ലയിലെ പൊൽപ്പുള്ളി എന്ന് പറഞ്ഞൊരു സ്കൂൾ. ഒരു 7.5 വർഷം ലാസ്റ്റ് അവിടെ ആയിരുന്നു. അവിടെ നിന്നാണ് റിട്ടയർ ചെയ്തത്. 4 വർഷമായി റിട്ടയർ ചെയ്തിട്ട്. സന്തോഷം മാതാജിയെ പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. യെസ്. ഇനി ആരാണ്? ഗീത മാതാജി പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഈ പറഞ്ഞതുപോലെ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രഭു. ആരെ കണ്ടാലും ഇപ്പൊ ഫോണിലൂടെ പോലും ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടേ സംസാരം തുടങ്ങാറുള്ളൂ. അപ്പൊ അത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഞാൻ അത് കണക്കാക്കാറില്ല. ഞാൻ അതേപോലെ തന്നെ ചെയ്യും. ഈ പറഞ്ഞത് ഭഗവത്ഗീത യഥാരൂപം എന്ന് പറഞ്ഞ ബുക്ക് പ്രഭുജി എൻ്റെ അടുത്ത് ഇത് കിട്ടിയിട്ട് 14/3/1999 കിട്ടിയതാണ് ഇത്. പക്ഷെ ഇത് വായിക്കാൻ തുടങ്ങിയതും അറിയാൻ തുടങ്ങിയതും പ്രഭുജിന്റെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയപ്പോ തൊട്ടിട്ടാണ്. അപ്പൊ 99 വാങ്ങിയ ഭഗവത്ഗീത ഇപ്പോഴാണ് ഞാനത് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് വായിക്കാനും ചൊല്ലാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നത്. ഇത് പ്രഭുവിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ തൊട്ടിട്ടാണ്.
വളരെ സന്തോഷമുണ്ട് പ്രഭുജിന്റെ ഈ പറഞ്ഞതുപോലെ വൈകുന്നേരത്തെ ഭഗവത്ഗീത ക്ലാസ് കഴിയുന്നത് മുടക്കാതെ നോക്കണേ. ഈ ക്ലാസ് തീർച്ചയായിട്ടും ചെയ്യാം. എല്ലാവരും പറയുന്നത് പ്രഭുവിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് കിടന്നാൽ മാത്രമേ ഉറക്കം വരുന്നുള്ളൂ. അതാ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കണം ഇപ്പൊ. അപ്പൊ പ്രഭു ഇല്ലാത്തപ്പോ ശ്രീല പ്രഭുപാദരുടെ ബുക്ക് വായിക്കാൻ ഞാൻ അതെങ്കിലും കേട്ടിട്ട് ഉറങ്ങാം എന്ന് പറഞ്ഞിട്ട് പോയി കിടന്നാലേ ഉറങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു ഇതിലാണ് ഇപ്പൊ ഞങ്ങളൊക്കെ നിൽക്കുന്നത്. പ്രഭു ഗീത ക്ലാസ് എന്തായാലും തുടങ്ങണേ. തീർച്ചയായിട്ടും വൈകുന്നേരം ചെയ്യുന്നുണ്ട്. നമ്മൾ ഭാഗവതം കൂടി ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് കുറച്ച്. ഇനി റെഗുലർ ആയിട്ട് ചെയ്യാം, ബുദ്ധിമുട്ടുണ്ടാവില്ല. ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. യെസ്, ഗീതാ മാതാജി പാലക്കാട് തന്നെയാണ്. അതെ, പാലക്കാട്. ചിറ്റൂരല്ല, ഞാൻ പാലക്കാട് ടൗണിൽ തന്നെയാണ്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്. അവിടെ സത്സംഗം ഉണ്ടല്ലോ, പാലക്കാട് സത്സംഗം. അപ്പോ ഞാൻ ഇവിടെ തനിച്ചാണ്, പ്രഭുവിന്റെ അടുത്ത് ഞാനാണ് പറഞ്ഞിരുന്നത്, തനിച്ചാണ്. ഒരു പേരക്കുട്ടിയുണ്ട്, പോകാൻ പറ്റില്ല, മക്കളൊക്കെ വിദേശത്താണ്. ഞാനും ആ പേരക്കുട്ടി മാത്രം അവിടെ ഉള്ളൂ. അതാണ് അതിനെ വിട്ടിട്ട് പോവാൻ പറ്റാത്തത് കൊണ്ടാണ്. 8 വയസ്സേ ആയിട്ടുള്ളൂ കുട്ടിക്ക്, അതുകൊണ്ടാണ്. ഇടയ്ക്ക് ഗുരുവായൂരൊക്കെ വരും, ഗുരുവായൂർ വരും ഇസ്കോണിൽ വന്നിരുന്നു. പ്രഭുവിനെ വന്ന് കണ്ടിരുന്നു, കഴിഞ്ഞ മാസം വന്നിരുന്നു. സന്തോഷം. ഗീതാ മാതാജി, ഹരേ കൃഷ്ണ. യെസ്, ഇനി ആരാണ് പറയുന്നത്? ഹരേ കൃഷ്ണ. വേറെ ആരാണ് അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സുധാ മാതാജി, ഹരേ കൃഷ്ണ. എന്റെ പേര് സുധാ ബാലേന്ദ്രൻ, എറണാകുളത്ത് നിന്നാണ്. എനിക്ക് വളരെ അടുത്ത കാലത്തെ പ്രഭുജിയുടെ ഒരു സത്സംഗം കിട്ടിയിട്ടുള്ളൂ. ജ്ഞാനപ്പാനയുടെ ക്ലാസ് നടക്കുമ്പോൾ പ്രഭവി മാതാജി എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ടാണ് ഞാൻ കയറുന്നത്. എനിക്ക് എന്താണ് എൻ്റെ ഫീലിങ്സ് എനിക്ക് പറയാൻ വയ്യ. ജ്ഞാനപ്പാനയുടെ ഒരുപാട് ഭാഗം പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒട്ടും മനസ്സിലാവാത്ത കുറെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കാതെ വിട്ടു എന്ന് വേണം പറയാൻ. അജ്ഞത കൊണ്ട് വിട്ടുപോയ ഭാഗങ്ങൾ പ്രഭുജി എക്സ്പ്ലെയിൻ ചെയ്തത് ഒരു വലിയ തിരിച്ചറിവായിരുന്നു. ഇവിടെ ഞാനിപ്പോ ഇസ്കോണിൽ 20 വർഷമായി. പറയാൻ നാണക്കേടുണ്ട്, ഇപ്പോഴും ശിശുവാണ്. കുറെ സർവീസൊക്കെ ചെയ്തു. പക്ഷെ പിന്നെ വീണ്ടും എരുമ ചെളിക്കുളത്തിലേക്ക് ഇറങ്ങുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ടോട്ടലി വിട്ടുപോകും. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീണ്ടും ഗോപാൽ പ്രഭുവിൻ്റെയൊക്കെ കരുണ കൊണ്ട് വീണ്ടും BBTയുടെ ഒരു ടീമിലെ മെമ്പറാണ്. അതുകൊണ്ട് വീണ്ടും സജീവമായിട്ട് വന്നു തുടങ്ങി. 16 മാല വീണ്ടും ജപിച്ചു തുടങ്ങി. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ജ്ഞാനപ്പാനയുടെ കാര്യം കുറെ വർഷം മുമ്പേ പ്ലാൻ ചെയ്തതാണ്. ജ്ഞാനപ്പാനയും പ്രഭുപാദരുടെ വാക്കുകളും വെച്ചിട്ട് ഒരു സ്റ്റഡി. പക്ഷേ പ്രഭുവിന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഭാഗവതവുമായിട്ട് കമ്പയർ സത്യം പറഞ്ഞാൽ മുഴുവൻ എനിക്ക് ദഹിച്ചിട്ടില്ല. ഇനിയും പലവട്ടം കേൾക്കണം. അപ്പൊ ഗോപാൽ പ്രഭുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് അത് മുഴുവൻ കേട്ട് നമുക്കത് കാര്യമായിട്ടൊന്ന് ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പ്രഭുവിന്റെ മലയാള പ്രഭാഷണം, ഇസ്കോണിലെ കൂടുതലും പ്രഭാഷണങ്ങൾ ഞാൻ ക്ലാസ്സുകൾ വീഡിയോ വെച്ച് യൂട്യൂബിൽ നിന്ന് കേൾക്കാറുള്ളത് ഇംഗ്ലീഷാണ്. ഇത്ര മനോഹരമായ, ഇത്ര പ്രൗഢമായ ശൈലിയിൽ, അതേസമയം ലളിതമായ ശൈലിയിൽ പ്രഭു മലയാളം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, ഒരു മലയാള അധ്യാപികയായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇത്രയെന്നില്ല സന്തോഷം അത് കേൾക്കുമ്പോൾ. പ്രഭുവിന് സംസ്കൃതവും മലയാളവും ഒക്കെ പ്രഭുവിന്റെ നാവിൻ തുമ്പത്തുണ്ട്. ഒരുപാട് കൃതികൾ പ്രഭു വായിച്ച്, ഇത് മാത്രമല്ല ഭക്തി സാഹിത്യം മാത്രമല്ല ലൗകിക സാഹിത്യവും പ്രഭുവിന് പരിചയമുണ്ടെന്ന് എനിക്ക് നല്ല ഒരു ബോധ്യം വന്നിട്ടുണ്ട്. പ്രഭുവിന്റെ ക്ലാസ്സുകൾ പതിവായിട്ട് കേൾക്കണം എന്നാണ് ആഗ്രഹം. ഇനി ഒരിക്കലും വീണു പോകാതെ, ഈ വളരെ പ്രായമായി, ഇനി വീണു പോകാൻ സമയമില്ല. അതുകൊണ്ട് എത്രയും വേഗം ഉണ്ടല്ലോ രക്ഷപ്പെടണം എന്നാണ് ആഗ്രഹം. പ്രഭുവിന്റെ ക്ലാസ്സുകൾ, ചില ദിവസം ക്ലാസ്സുകളിൽ പ്രഭു ക്ലാസ്സില്ലെന്ന് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. അപ്പോ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യണം എന്നാണ് ആഗ്രഹം. പ്രഭുവിന് എല്ലാ അനുഗ്രഹങ്ങളും, ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സുധമാതാജി. സുധമാതാജി വളരെ സീനിയർ ആയിട്ടുള്ള ഡിവോട്ടിയാണ്. ഇപ്പോഴാണ് ഞാൻ നേരിട്ട് വീഡിയോയിൽ സീനിയർ എന്ന് പറഞ്ഞാൽ 20 കൊല്ലായി വന്നിട്ടെന്നേ ഉള്ളൂ. അതിന്റെ വളർച്ചയില്ല.
പ്രഭുജി, ഒരു ശിശുവാണ്. ഫിലോസഫി ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് അടുത്ത കാലം വരെ സങ്കടം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ ഈ മാല ജപിക്കുകയും സത്സംഗ് ഓൺലൈനാണ്, എന്നാൽ ഇത് കിട്ടുന്നത് കൊണ്ട് എനിക്ക് ഫിലോസഫി മനസ്സിലായി വരുന്നു എന്ന് പറയാം. ഇപ്പൊ കുറെ കൃതികളുടെയൊക്കെ എഡിറ്റിങ്ങിലൊക്കെ സഹായിക്കുന്നുണ്ട്. കുറച്ച് 2-3 ബുക്ക് ട്രാൻസ്ലേറ്റും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറയാൻ ലജ്ജയുണ്ട് സത്യം പറഞ്ഞാൽ. മുഴുവൻ ഉൾക്കൊള്ളാതെ എന്ത് ട്രാൻസ്ലേഷനാണ് ചെയ്തതെന്ന് എനിക്ക് വിചാരിക്കുമ്പോൾ തന്നെ ഒരു വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ ഇനി ഞാൻ പരമാവധി ശ്രമിക്കും, മുഴുവൻ ഉൾക്കൊണ്ട് പ്രഭുപാദന്റെ കരുണയോടുകൂടി മുമ്പോട്ട് പോകാൻ ശ്രമിക്കും. പ്രഭുജിയുടെ അനുഗ്രഹം വേണം. ഹരേ കൃഷ്ണ. മാതാജിക്ക് വലിയ ഭാഗ്യം ഉണ്ട്. DBTയില് ശിലപ്രഭാകർ സ്ഥാപിച്ചതാണ് ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റ്. നമ്മുടെ ഇസ്കോണിന്റെ പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശിലപ്രഭാകർ ഇസ്കോൺ പോലെ തന്നെ സ്ഥാപിച്ചതാണ് ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റ്. അതിലൂടെയാണ് നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത്. അപ്പം സുധാമാതാജിയെ പോലെയുള്ള ഭക്തന്മാര് ട്രാൻസ്ലേറ്റ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് മലയാളത്തിൽ ലളിതമായിട്ട് വായിക്കാൻ സാധിക്കുന്നത്. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഭക്തി വിനോദ് സ്വാമി മഹാരാജിന്റെ കീഴിലുള്ള ഒരു ടീമുണ്ട്, സീനിയർ ഡിവോട്ടീസിന്റെ ടീമുണ്ട്. അതിലൊരു അംഗമാണ് സുധാമാതാജി. അത് ഞാനിപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ മനസ്സിലായി സുധാമാതാജി എന്തുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. പ്രാർത്ഥിക്കൂ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇനി ആരാണ് ഷെയർ ചെയ്യുന്നത് അനുഭവങ്ങളാണ്? സമയം പോകുന്നുണ്ട്, പെട്ടെന്ന് പറയാം എല്ലാവർക്കും. ഇവിടെ 52 പേരുണ്ട്, 51 പേരുണ്ട്. എല്ലാരും പറഞ്ഞിട്ടില്ല. ഞാൻ പേര് വിളിക്കണം? പെട്ടെന്ന് പറഞ്ഞോളൂ. നമ്മൾക്ക് ഇന്ന് മാത്രമേ ക്ലാസ് ഇല്ലാത്തതുള്ളൂ. ബാക്കി ഒരു ദിവസം ഇങ്ങനെ ചാൻസ് ഇല്ല. ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ. ഇവിടെയുള്ള ഡിവോട്ടീസിന്റെ അനുഭവങ്ങൾ വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു, വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഒരു പ്രചോദനമാകും. അതുകൊണ്ട് എല്ലാവരും സംസാരിക്കണം എന്ന് എന്റെ ഭാഗത്തു നിന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. സീനിയർ ആയിട്ടുള്ള ഒരുപാട് ഡിവോട്ടീസ് ഉണ്ട്, സൈലന്റ് ആയിട്ടിരിക്കുന്നു. ജലജ മാതാജി ഉണ്ട്. ജലജ മാതാജി പറഞ്ഞോളൂ. എല്ലാവരും എന്റെ വളരെ സീനിയർ ആയിട്ടുള്ള ഡിവോട്ടീസ് ആണ്, അതുകൊണ്ട് എനിക്കൊന്നും നിർബന്ധിക്കാൻ സാധിക്കില്ല. ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡവത് പ്രണാമം. പറഞ്ഞോളൂ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പോലും അറിയാണ്ട് ഞാൻ ഇരിക്കണം. അത്രയും വർഷങ്ങളായി. 99 മറ്റേ തുടങ്ങിയിട്ടുണ്ടാകും. തീർച്ചയായിട്ട് ഞാൻ ഒരു ഇസ്കോണിൽ വന്ന് പെട്ടതാണ്. ഞാൻ ബുക്ക് തിരഞ്ഞ് നടക്കുകയായിരുന്നു, ഭഗവാന്റെ ബുക്ക് എന്നുള്ളതിൽ. അതിനു മുമ്പ് ഒരു മാതാജിയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഗൗഡിയ വൈഷ്ണവാണ്. അപ്പൊ അവര് വൃന്ദാവനത്തിൽ പോകുമ്പോൾ ഒരുപാട് കഥകൾ പറയായിരുന്നു ഭഗവാനെ പറ്റി. അപ്പൊ ഞാൻ ഭാഗവതം സപ്താഹവും ഒക്കെ കേൾക്കും, പക്ഷെ ഈ കഥകളൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ പറയുമ്പോ അവര് ഇത് മീൻസ് അപ്പൊ മലയാളത്തിലൊന്നും ബുക്സ് ഒന്നും ഇല്ല, അങ്ങനെയായിരുന്നു. അപ്പൊ ഗർഗഭാവനത്തിൽ ഉണ്ടാവണം. അപ്പൊ ഗർഗഭാവനം തെരഞ്ഞിട്ട് നടക്കുകയായിരുന്നു. അങ്ങനെയാണ് എനിക്ക് മിഡിൽ ഈസ്റ്റിൽ പോകാൻ ഒരു ചാൻസ് വന്നു. അപ്പൊ അവിടെ പോയപ്പോ ഒരു വലിയ കഥയാണത്. തീർച്ചയായിട്ടും ഒരു ഹൗസ് പ്രോഗ്രാം ഇസ്കോണിൽ ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോ ടേബിൾ സാധാരണ അങ്ങനെയാണല്ലോ, ഇവിടെ ടേബിളിൽ ഡിസ്പ്ലേ ചെയ്ത് വെക്കുമല്ലോ ബുക്സ് ഒക്കെ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ അങ്ങനെ കുറെ ബുക്ക്. അപ്പൊ ഞാൻ ആദ്യം ഭാഗവതം എടുത്തു. സാധാരണ നമ്മൾ കേട്ട മാതിരി അല്ല ഭാഗവതം അതിൽ പ്രഭുപാദ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വായിച്ചപ്പോ തന്നെ ഓക്കെ, ഇതാണ് നമ്മുടെ വഴി എന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഞാൻ ചെറുപ്പം തൊട്ടിട്ട് തന്നെ ഒരുപാട് അപ്പൊ ഞാൻ ശ്രീരാമസ്വാമിയുടെ കൂടെ ആയിരുന്നു കൂടുതൽ. ശ്രീറാം ജയമായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. കോളേജ് ഡേയ്സിലൊക്കെ സമയം കിട്ടുമ്പോഴേക്കും ഞാൻ ശ്രീറാം ജയം എന്ന് എഴുതുക. പക്ഷെ ഞാൻ എപ്പോഴോ എനിക്കറിയില്ല, ഞാൻ പിന്നെ ശ്രീകൃഷ്ണനിലേക്ക് എത്തി. അങ്ങനെ അതായത് ശ്രീരാമസ്വാമി എന്നെ കൊണ്ടുവന്നതായിരിക്കാം. പിന്നെ പറഞ്ഞ ഹെൽത്ത് വൈസ് എനിക്ക് ഭയങ്കര ഒരു വീക്കാണ്. ഞാൻ പിടിച്ചു നിൽക്കണത് തന്നെ ഈ ഭഗവാന്റെ കൃപ കൊണ്ടാണ്. ഞാൻ വിചാരിക്കും എനിക്ക് അങ്ങനെ വരാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിരിക്കാം എന്നുള്ളത്. അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ജോലി എടുത്തിട്ട് അങ്ങനെയുള്ള വേറെ ഒരു ഡയറക്ഷനിലായിരിക്കും ഞാൻ പോയിട്ടുണ്ടാകുക. അപ്പോൾ അത് ഭഗവാൻ, അതായത് നമ്മളായിട്ട് വോളണ്ടറിലി ചെയ്തിട്ടില്ലെങ്കിൽ ഭഗവാൻ കമ്പൽ ചെയ്ത് ചെയ്യിക്കും പറയണ മാതിരിയാണ് എനിക്ക് തോന്നുക പലപ്പോഴും. അപ്പോൾ അങ്ങനെ ഇസ്കോണിലേക്ക് വന്നു. ആദ്യം ഞാൻ ഒരു സന്യാസി എന്ന് കണ്ടത് ജയപ്രകാശ് മഹാരാജിനെയാണ്.
എനിക്ക് കണ്ട് മഹാരാജിന്റെ ക്ലാസ് ആദ്യം കേട്ടപ്പോ ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ അപ്പൊ എനിക്ക് അറിയില്ല ഈ ഫോറിനേഴ്സ് ഒക്കെ ഇങ്ങനെ ഭഗവത്ഗീത പറയുമോ എന്നുള്ളത്. അപ്പൊ എനിക്ക് എന്നെ പറ്റിയിട്ട് ഒരു ഇത് തോന്നി, ഇവര് ഇത്രയും അന്യ രാജ്യത്തു നിന്ന് വന്ന് നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ ഇതിനെയൊക്കെ ഇത്രയും നന്നായി പഠിക്കുന്നു, നമ്മൾ ഇവിടെ ഇരുന്നിട്ട് പോലും നമ്മുടെ കാര്യങ്ങളൊന്നും അറിയണില്ലല്ലോ, നമ്മുടെ കൾച്ചറിനെ പറ്റിയിട്ടും എന്നൊക്കെ വന്നു. പിന്നെ കുറച്ചുകൂടെ നമ്മൾ അറിയാൻ തുടങ്ങി. ഇടയിൽ കുറച്ച് എൻ്റെ ഈ അസുഖം കാരണം കുറച്ചൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ബ്രേക്ക് വന്നാൽ ഞാൻ നാമം ജപമൊക്കെ ഉണ്ടാകും, പക്ഷെ ക്ലാസ് കേൾക്കുന്നത് ബുക്ക് വായിക്കലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വായിച്ചതൊന്നും അധികം ഓർമ്മ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കുറച്ച് അത് വായിക്കൽ നിർത്തി എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ ഹിസ് ഹോളിനെസ് ഭക്തി വികാസ് മഹാരാജിന്റെ ഡിസൈപ്പിൾ ആണ്. അപ്പൊ മഹാരാജ് പറഞ്ഞു, വായിച്ച മനസ്സിലായിട്ടില്ലെങ്കിലും എന്നെ ഓർമ്മ മറക്കുകയാണെങ്കിലും വായിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പൊ അത് സോളിന് അത് നമുക്ക് മനസ്സിലാകും, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ. പിന്നെ ഞാൻ അഗെയിൻ കണ്ടിന്യൂ ചെയ്തു വായിക്കാൻ തുടങ്ങി. അതായത് റിയലൈസേഷൻ എന്ന് പറയാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബുക്ക് തന്നെ എഴുതാം, അത്രയും മാത്രമുണ്ട്. എനിക്ക് ഇപ്പോൾ 2-3 മിനിറ്റേ ഉള്ളത് കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ളത് വന്നത് ഇസ്കോണിൽ കൂടിയിട്ടാണ്. രാവിലെ നേരത്തെ എണീക്കണം, ഇത്ര മാല ജപിക്കണം. പിന്നെ ഫുഡ് ഞാൻ ആൾറെഡി ഇത് തന്നെ ആയിരുന്നു, വെജിറ്റേറിയൻ തന്നെ ആയിരുന്നു. ഓനിയൻ ഗാർലിക് മാത്രം ഇതാക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓഫർ ചെയ്ത പ്രസാദം കഴിക്കണം എന്നുള്ളത് വന്നു. അതും കഴിയണതും ഞാൻ കഴിയണതല്ല, എപ്പോഴും അതേ ചെയ്യുള്ളൂ. ട്രാവൽ ചെയ്യുമ്പോൾ മാത്രമേ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരുള്ളൂ, അല്ലാത്ത സമയത്ത് ഞാൻ ഓഫറിങ് പ്രസാദേ കഴിക്കുള്ളൂ. പക്ഷെ അതിൻ്റെയൊക്കെ ഡിഫറൻസ് അറിയുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം അഥവാ എന്തെങ്കിലും കാരണവശാൽ ഓഫർ ചെയ്യാത്ത പ്രസാദം കഴിച്ചുകൊണ്ട് അന്ന് നമുക്ക് ഒരു അസ്വസ്ഥത തോന്നും. ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞ മാതിരി പ്രഭുവിന്റെ ക്ലാസ് കേൾക്കാണ്ടിരിക്കുമ്പോ അതും എനിക്ക് ഭയങ്കര ഒരിതാണ്, എന്തോ ഒരു മിസ് ചെയ്ത ഫീലിംഗ് ഉണ്ടായിരിക്കും. രാവിലത്തെ ക്ലാസ് ആയാലും ശരി, വൈകുന്നേരത്തെ ക്ലാസ് ആയാലും. ഇത് ആക്ച്വലി ഞാൻ പാലക്കാടാണ്. പാലക്കാട്ടിലും ഒരുപാട് ഇതുമാതിരി ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും എന്റെ ടൈമിങ്ങിന് പറ്റിയ മാതിരിയുള്ളൂ. പക്ഷെ പ്രഭുവിന്റെ ക്ലാസ് ഞാൻ കേൾക്കാൻ തുടങ്ങിയ പിന്നെ അറിയില്ല, ഞാൻ ആ ടൈമിങ് എനിക്ക് പറ്റുമല്ലോ, ഞാൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ് ആയിരുന്നു. പ്രഭുവിൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് മൈന്യൂട്ടായിട്ട് ഫിലോസഫിക്കലിയും പറഞ്ഞു തരുന്നുണ്ട്. ക്ലാസ് കേൾക്കണത് മാത്രമല്ല, എൻ്റെ ഫിലോസഫി മാറാണ്ട് പറഞ്ഞു തരുന്നതുണ്ട് പ്രഭുവിന്റെ ക്ലാസ്. അതും വളരെ ഇഷ്ടപ്പെട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ നമ്മളെ വിശ്വസിച്ച് പറഞ്ഞാൽ ശരിക്കും കൈപ്പിടിച്ച് നമ്മളെ കൂട്ടിയിട്ട് പോണ മാതിരിയുള്ള ഒരു ഫീലിംഗ് ആണ് പലപ്പോഴും തോന്നുന്നത്. പല സ്ഥലത്തും വൃന്ദാവനത്തിലൊക്കെ പലപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. അവിടെ ആരും അറിയില്ല, എനിക്ക് ലാംഗ്വേജും അറിയില്ല, ഹെൽത്തും ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ പോകാന്നുള്ളത് അറിയില്ല. ഞാൻ അവിടെ പോകും, ഭഗവാൻ ഉണ്ടല്ലോ, ഭഗവാന്റെ വീട്ടിലേക്കല്ല പോകണമെന്ന് പറഞ്ഞു പോകും. പക്ഷെ എപ്പോഴും അറിയാത്ത പലരും ആയിരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകുക. അങ്ങനെ പറയാന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞോണ്ടേ നിർത്തണം. പ്രഭു, ഹരേ കൃഷ്ണ. താങ്ക് യു തലജ മാതാജി. ഹരേ കൃഷ്ണ. യെസ്, മാതാജി വളരെ സീനിയർ ആയിട്ടുള്ള ഡിവോട്ടിയാണ്. നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ മാതാജിയുടെ പ്രത്യേകത, മാതാജി ഇസ്കോണിലേക്ക് വന്നത് ഫിലോസഫി കൺവിൻസ് ആയി വന്നിട്ടുള്ള ഡിവോട്ടിയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ശീല പ്രഭാതരുടെ പുസ്തകങ്ങൾ വായിക്കണം എല്ലാവരും. പല അട്രാക്ഷനിലും ഇസ്കോണിലേക്ക് വരുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ഫിലോസഫിയെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് തുടർച്ചയായിട്ട് ഇസ്കോണിൽ നിൽക്കാനും ഭഗവാന്റെ ഭക്തി തുടർന്നു പോകാനും സാധിക്കുള്ളൂ. ആ ഫിലോസഫിയിൽ അട്രാക്റ്റഡ് ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ കാലത്തും നിൽക്കാൻ സാധിക്കും. താങ്ക് യു ജലജ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. യെസ്, ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ഉണ്ട്. ഇനി ആരാണ്? ഞാൻ പേര് വിളിക്കുന്നില്ല, അതിന്റെ മുന്നേ പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ് പ്രഭുജി, പറഞ്ഞോളൂ. ഞാന് എന്റെ പേര് സുരേഷ് എന്നാണ്. ഞാൻ ബഹറിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാന് ഓൾറെഡി വല്ലപ്പോഴും ഒരിക്കലാണ് പ്രഭുവിന്റെ ക്ലാസ്സുകൾ കേൾക്കാറുള്ളൂ. പക്ഷെ ഞാൻ 10 വർഷത്തോളായി ഞാനിവിടെ ബഹറിലുള്ള ബൽറാം ദേശിലെ സ്കൂളില് സ്ഥിര അംഗമാണ്. പിന്നെ അതേപോലെ തന്നെ ഞാനിവിടെ നമ്മുടെ മായപ്പൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഭക്തിശാസ്ത്രി കോഴ്സുകൾ ഞാൻ ചെയ്തു കഴിഞ്ഞതാണ്. ഭക്തി വൈഭവം ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് മൊഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ഫിലോസഫിക്കൽ ആയിട്ടുള്ള പ്രഭുവിന്റെ ഭഗവത്ഗീത ക്ലാസ് ആണ് എനിക്ക് വളരെയധികം അട്രാക്റ്റീവ് ആയി. അത് വളരെയധികം കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ പറയുന്നു.
അതൊരാൾക്ക് അത് എഴുതി വെക്കാതെ പറയാനായിട്ട് പറ്റത്തില്ല. അത് ഞാൻ കുറെ നോക്കിയിട്ടുണ്ട്. എല്ലാവരും അത് പറയുന്നത് എഴുതി വെച്ച് ബുക്ക് നോക്കിയിട്ടാണ് പറയുക. അപ്പൊ അത് ആ ഫിലോസഫിക്കൽ ആയിട്ടുള്ള അത് വളരെയധികം ബൈഹാർട്ടായിട്ട് പ്രഭു പറയണത് എനിക്ക് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. കാരണം എന്താ വെച്ചാൽ മഴ എന്താ പറയാ, മഴയില്ലാതെ പർജന്യം ആ ഭാഗത്തൊക്കെ എനിക്ക് ഓർമ്മയില്ല, ആ ഭാഗത്തൊക്കെ ചെയിനായിട്ട് ഇങ്ങനെ പറയും. അപ്പൊ നമുക്ക് അന്നഭൂതാദികള് മഴ ലഭിക്കുന്നു, അതുപോലെ തന്നെ അത് ചെടികൾക്ക് കൊടുക്കുന്നു. അതിന്റെ ഒരു ഇക്കോളജി സിസ്റ്റം പോലെ പ്രഭു പറയണത്. അപ്പൊ അത് വളരെയധികം എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ 3-ാമത്തെ ചാപ്റ്ററിലും 4-ാമത്തെ ചാപ്റ്ററിലും 5-ാമത്തെ ചാപ്റ്ററിലും അത് ഇന്ന ശ്ലോകത്തിലെ ഇന്ന ടോപ്പിക്കാണ് വരുന്നത്. ആ ശ്ലോകം കഴിഞ്ഞതിന് ശേഷം 8-ാമത്തെ ശ്ലോകം മുതലേ 12-ാമത്തെ ശ്ലോകം വരെ ഇന്ന ഭാഗങ്ങളാണ് അതിനെ കോട്ട് ചെയ്ത് വരുന്നത്. അതാണ് എനിക്ക് വളരെയധികം എനിക്ക് ഒരു അമേസിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ചാല് അപ്പൊ അത്രയും വരെ ശ്ലോകങ്ങളിൽ ഇതാണ് മെയിൻ പോയിന്റ് എന്ന് നമുക്ക് എഴുതി വെക്കാനായിട്ട് പറ്റും. ഇപ്പോ സെക്കൻഡ് ചാപ്റ്ററിൽ തന്നെ, ഭഗവത്ഗീത സെക്കൻഡ് ചാപ്റ്ററിൽ തന്നെ 11-ാമത്തെ ശ്ലോകം മുതൽ 30-ാമത്തെ ശ്ലോകം വരെ സാഖ്യയോഗമാണ് പറയണത് എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ കർമ്മയോഗം, ബുദ്ധിയോഗം, പിന്നെ സ്ഥിതപ്രജ്ഞന്റെ കാര്യമാണ് സെക്കൻഡ് ചാപ്റ്ററിൽ പറയണത്. അതിനുശേഷം 72 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യാണ്. ഇത് ഗീതാ സംഗ്രഹമാണ് എന്നൊക്കെ പ്രഭു പറഞ്ഞപ്പോ അപ്പോഴാണ് അതിന്റെ എഫക്റ്റീവ് ഞാനത് തിരിച്ചറിയുന്നത്. സംഗതി ഞാനത് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഭക്തിശാസ്ത്രത്തിന്റെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവര് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു, കുറച്ച് ഓടിച്ചിട്ടാണ് പോയത്. എന്നിട്ട് ഞാൻ അത് തിയററ്റിക്കലായിട്ട് ഞാൻ എക്സാം എഴുതി പാസ്സായി. പക്ഷെ എനിക്ക് എൻ്റെ മൈൻഡിൽ അത് അപ് ടു ഡേറ്റ് ആയിട്ടൊരു എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രീച്ചിങ് ലെവലിൽ കിട്ടിയത് പ്രഭുവിന്റെ ക്ലാസ് കൊണ്ടാണ്. ഇപ്പൊ ഞാനിവിടെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അതിലെ ഭഗവത്ഗീത വരുമ്പോ ഞാൻ പ്രഭുവിന്റെ ആ ഡെയിലി ക്ലാസ്സുള്ള അത് ചിലത് നോക്കിയിട്ട് അത് ഞാൻ എഴുതി വെച്ചിട്ട് അങ്ങനെയാണ് ഞാനത് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് മാതാജിമാർ ഇതിനകത്തുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് എല്ലാവർക്കും കൂടി ഞാൻ പറയാണ്, പ്രഭുവിന്റെ ക്ലാസ്സുകൾ ഞാൻ ഭാഗവതം കേട്ടിട്ടില്ല, പ്രഭുവിന്റെ ഭഗവത്ഗീതയാണ് കേട്ടിട്ടുള്ളത്. പ്രഭുവിന്റെ ക്ലാസ്സുകൾ എല്ലാവരും കേൾക്കണം, വളരെയധികം എഫക്റ്റീവ് ആയിട്ടാണ്. പിന്നെ ശബ്ദത്തിനെ കുറിച്ച് എപ്പോഴും പരാതി പറയാറുണ്ട്. പക്ഷെ പുള്ളിയുടെ പ്രഭുവിന്റെ ക്ലാസ്സിന്റെ ആ ശബ്ദത്തിന്റെ ആ വോളിയം ഒരേ ലെവലിലാണ് നിൽക്കുള്ളൂ. അതിനകത്ത് എക്സ്ട്രീം ലെവലോ പിന്നെ ലോ ലെവലോ കയറില്ല, അത് ഒരേ ലെവലിൽ തന്നെ ആള് പറയും. അതിനകത്ത് എല്ലാവിധ വികാരങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അത് നമ്മൾ മൈന്യൂട്ടായി ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ എക്സാമ്പിൾ പറയണെങ്കിൽ എസ് ജാനകി പാട്ട് പാടുമ്പോൾ അതിനകത്ത് ആ എല്ലാവിധ ഹൈ റേഞ്ചും ലോ റേഞ്ചും ഒക്കെ അവര് പ്രതിമ പോലെ നിന്നിട്ടാണ് പാടുന്നത് എസ് ജാനകി. അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ആ ഫേസിനകത്ത് ഒരു ഭാവവ്യത്യാസം. അതുപോലെയാണ് പ്രഭുവിലെ ആ ശ്രീകൃഷ്ണന്റെ ഭഗവാന്റെ ആ എക്സ്പ്ലനേഷൻ പറയുമ്പോഴും അർജുന അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴും അതെല്ലാം നമ്മളത് ശ്രദ്ധിക്കുമ്പോഴാണ് അതിനകത്തുള്ള ആ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. പ്രഭു അത് ശരിക്കും അത് നമ്മളെ ഉൾക്കൊള്ളുന്ന രീതിയിൽ വളരെ അധികം ഒരേ നേറ്റിൽ തന്നെ ശരിക്കും ആ തരംഗങ്ങൾ ഒരു ഫ്ലക്ച്വേഷൻ ഇല്ലാതെ തന്നെ പറയുന്നു. അത് വളരെയധികം എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ കൈകളും കാലുകളും ഒക്കെ ഇങ്ങനെ പൊന്തി തുടങ്ങും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്, അത് ചില ആൾക്കാർക്ക് കേൾക്കുമ്പോൾ അതൊരു അരോചകത്വം പോലെ തോന്നും. അപ്പൊ അതൊക്കെ വളരെയധികം എഫക്റ്റീവായി തോന്നി. പുതിയ ബിഗിനേഴ്സ് ഉള്ള മാതാജിമാരെ തീർച്ചയായിട്ടും പ്രഭുവിന്റെ ക്ലാസ് കേൾക്കണം, അത് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള സപ്താഹത്തില് ഒരിക്കലും ശ്രീകൃഷ്ണനാണ് സുപ്രീം ഓഫ് ദി പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്ന് അവർ പറയാറില്ല. അവര് നാരായണനാണ് എന്നാ പറയുള്ളൂ. ആ സപ്താഹം നടത്തുന്നതിൽ കംപ്ലീറ്റ് അവര് എന്താ വെച്ചാല് ശരിക്കും മണി മൈൻഡഡ് ആയ കാരണം കൊണ്ട് അവര് നമുക്ക് ഭക്തി അവര് തരുന്നില്ല. അവരാരും നമുക്ക് ഭക്തി തരുന്നില്ല. നമുക്ക് ഭക്തി തരുന്നത് കംപ്ലീറ്റ് നമുക്കൊരു ലെസൺസ് തരുന്നത് മൊത്തം ഇസ്കോണിലുള്ള ഈ ക്ലാസ്സിൽ നിന്നാണ്. അപ്പൊ ശരിക്കും പറയണ വെച്ചാൽ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഒരു ശക്തി ഉണ്ട് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനാണെന്ന് അവരെ ആണയിട്ട് അടിവരയിട്ട് അവരെവിടെയും പറയാറില്ല. അത് നമ്മൾക്ക് വളരെയധികം, അതാണ് നമ്മൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ഫോൾട്ട് എന്ന് പറയുന്നത്, നമ്മുടെ ആൾക്കാർക്ക് പറ്റിയത്. കാരണം വെച്ചാൽ നമ്മൾ ചെറുപ്പം മുതലേ നമ്മളിത് ഈ ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഭാഗവതം ക്ലാസ്സുകൾ, സപ്താഹം ക്ലാസ്സുകൾ കേരളത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ എല്ലാവരും ഇവരുടെ ദൈനംദിന ജീവിതത്തിന് അവരുടെ ഒരു നേരത്തെ വയറ്റുപഴുപ്പിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്തിരുന്നത്. അത് കാരണം കൊണ്ട് അവർ മണി മൈൻഡഡ് ആണ്. ഭക്തന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളത് അവരുടെ മൈൻഡിൽ ഇല്ല.
പിന്നീടാണ് നമ്മൾ ഇസ്കോണിൽ ചേർന്നപ്പോഴാണ് ഇതാണ് സംഭവം എന്നെല്ലാം പറയണത്. ശ്രീകൃഷ്ണൻ തന്നെയാണ് സുപ്രീം ഓഫ് ദി പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. പ്രഭുപാദരുടെ ബുക്കുകൾ വായിക്കുമ്പോഴാണ് ഉദാത്തം, അതീന്ദ്രിയ ലോകം, അതേപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഞാൻ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ചൈതന്യ ചരിതാമൃതം വായിച്ചിട്ടുണ്ട്. ചൈതന്യ ശിർഷാമൃതത്തിൽ ഒരുപാട് വരുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് സ്പിരിച്വൽ വേൾഡും പിന്നെ മെറ്റീരിയൽ വേൾഡും ക്രിയേറ്റ് ചെയ്ത്. സ്പിരിച്വൽ വേൾഡ് അതേപോലെ ഏകപാദ വിഭൂതി, ത്രിപാദ വിഭൂതിയാണ്. ത്രിപാദ വിഭൂതിയാണ് അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ വേൾഡ്. ഏകപാദ വിഭൂതിയാണ് മെറ്റീരിയൽ വേൾഡ്. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് അതിന്റെ സെൻട്രൽ ആയിട്ടാണ് ശരിക്കും വരുന്ന വിരജാ നദിയാണ് സ്പിരിച്വൽ വേൾഡിനും മെറ്റീരിയൽ വേൾഡിനെയും കവർ ചെയ്ത് നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായിട്ട് നിൽക്കുന്നത് ശ്രീകൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇൻകാർണേഷൻ ആണ് ഇത് കംപ്ലീറ്റ് സംഭവിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ സുപ്രീമസി എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. അതിലെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈശോപനിഷത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഓം പൂർണ്ണമതം പൂർണ്ണമിതം, പൂർണ്ണ എന്ന് പറയുന്നത് ആ ഒരു ഭാഗം പറയുന്നുണ്ട്. ബ്രഹ്മസംഹിതയിലെ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ എന്നുള്ള ഭാഗം പറയുന്നുണ്ട്. അതുപോലെ ശ്രീമദ് ഭാഗവതത്തിലെ ശുകദേവ ഗോസ്വാമി പറയുന്നുണ്ട്, ഏതേച്ചാംശ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അതേ പ്രകാരം തന്നെ ഗീതയിൽ പറയുന്നുണ്ട്, സർവധർമ്മൻ പരിത്യജ മാമേകം ശരണം വ്രജ, എന്നെ തന്നെ ആരാധിക്കും. പിന്നെ ഗീതയിൽ തന്നെ 4-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകത്തിൽ പറയേണ്ട അജോബി സംതിയാം ഭൂതനേശ്വരോ പിതാൻ, എനിക്ക് പിറവിയില്ല, എനിക്ക് നാശവും ഇല്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഭഗവാന്റെ ഭഗവാനെ സുപ്രീമസി എന്ന് പറഞ്ഞിട്ട് 12 മഹാജനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ബിഗിനേഴ്സിലുള്ള എല്ലാ ആൾക്കാരും എന്താണ് ശ്രീകൃഷ്ണ ഭഗവാനാണ് സുപ്രീം ഓഫ് ദി ഗോഡ് ഹെഡ് എന്ന് പറയുന്നതിന്റെ തെളിവ് എന്ന് അവര് പുറത്തുള്ള ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും കാരണങ്ങൾ നമുക്ക് നിരത്താനുണ്ട്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറയണം. അത് ഇതേ ഒരു തെളിവാണ്. അതേപോലെ തന്നെ സർവസ്യ ജാഹം ഹൃദിശന്യ വിഷ്ടോ മത്തസ്പ്രതിച്ചാൻ, അത് ഭഗവാനില് അത് പറയുന്നുണ്ട്. അതേപോലെ 33 കോടി ദേവി ദേവന്മാര് ഒരാളെ ആരാധിക്കുന്നുണ്ട്, പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരാളെ ആരാധിക്കുന്നില്ല. അതാണ് അദ്ദേഹത്തെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് സുപ്രീം ഓഫ് ദി ഗോഡ് ഹെഡ് എന്ന് പറയണത് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ആൾക്കാരെ എല്ലാവരും ഇത് മനസ്സിലാക്കണം, അദ്ദേഹം തന്നെയാണെന്ന്. വളരെ വൈകിയ വേളയിൽ ഒരുപാട് പേര് ഇസ്കോണിലേക്ക് വന്നിട്ട് അതിന്റെ ജ്ഞാനം മനസ്സിലാക്കിയതുണ്ട്. ഇനിയെങ്കിലും ആൾക്കാർ ഒരുപാട് കൂട്ടണം, അത് മനസ്സിലാക്കണം, പ്രഭുജിയുടെ ക്ലാസ്സുകൾ കേൾക്കണം, എന്നിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ സുരേഷ് പ്രഭുജി. ഹരേ കൃഷ്ണ. യെസ്, പ്രഭുജി കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു. ഭഗവത്ഗീത, ഭാഗവതം, ഈശാവാസ്യോപനിഷത്ത് എല്ലാം ടച്ച് ചെയ്ത് പറഞ്ഞു. താങ്ക് യു പ്രഭുജി. അതിൻ്റെ ഇടയ്ക്ക് സൗണ്ട് കുറവാണെന്നുള്ള കാര്യം പറഞ്ഞു. പ്രഭുജി നല്ല രീതിയിലാണ് പറഞ്ഞത്, പക്ഷെ എനിക്കറിയാം എൻ്റെ സൗണ്ട് കുറച്ച് കുറവാണ്. അതിനു വേണ്ടിയിട്ട് ഇപ്പം ചെറിയൊരു ഓഡിയോ കണക്ട് ചെയ്യുന്ന മെഷീനൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു സുരേഷ് പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. യെസ് യെസ്, ഇപ്പൊ സമയമായിട്ടുണ്ട്. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജിയുടെ ഒന്ന് പറയാൻ പറ്റുമോ പ്രഭു? എന്റേത് പറയുകയാണെങ്കിൽ ഞാനും ഇതേപോലെ ചെറുപ്പം മുതലേ ഭഗവത്ഗീത, എൻ്റെ അച്ഛൻ ഭഗവത്ഗീത ദിവസവും വായിക്കുന്ന ആളാണ്. അപ്പം ഈ ഭഗവത്ഗീതയിൽ എന്തോ ഉണ്ട് എന്നുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ചെറുപ്പം മുതൽ. അപ്പം ആ സമയത്ത് ചെറുപ്പത്തിലൊന്നും ഞാൻ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഭഗവത്ഗീതയാണ് നമ്മുടെ ജീവിതത്തിന്റെ മാർഗനിർദ്ദേശം നൽകുന്നത് എന്നുള്ള ഒരു കാര്യം ഉള്ളിൽ എവിടെയോ ഉണ്ട്. അപ്പം എനിക്ക് അത് വായിക്കാനുള്ള ഒരു ചാൻസ്, അതിന്റെ മുന്നേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ TV ചാനലുകളിലൊക്കെ വരുന്ന ഭഗവത്ഗീത ക്ലാസ്സുകളൊക്കെ കേൾക്കും, പല സ്ഥലത്തു നിന്നുള്ള ക്ലാസ്സുകൾ. അപ്പം ഞാൻ MSc പഠിക്കാൻ പോകുന്ന സമയത്താണ്, ബാംഗ്ലൂരിൽ പോയ സമയത്താണ് ഈ ഭഗവത്ഗീത, അച്ഛൻ മരിച്ചുപോയി, അച്ഛൻ പഠിച്ചിരുന്ന ഭഗവത്ഗീത എടുത്തുകൊണ്ടാണ് പോയത്. അങ്ങനെ അവിടെ വെച്ച് വായിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഭഗവത്ഗീതയല്ല, അത് വേറൊരു ഭഗവത്ഗീത വ്യാഖ്യാനം. അത് വായിക്കും, പക്ഷെ അതിന്റെ കൃത്യമായിട്ട് അർത്ഥം നമുക്ക് മനസ്സിലാവില്ല. കാരണം ഓരോ ശ്ലോകവും വ്യത്യസ്തമായിട്ടാണ് ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്, വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് കൺക്ലൂഷൻ എന്ന് മനസ്സിലാകാതിരിക്കുന്ന സമയത്താണ് എൻ്റെ സുഹൃത്ത്, എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒരാള് പറഞ്ഞത്, ഇങ്ങനെ ഇസ്കോൺ എന്ന് പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ട്, നമ്മൾക്ക് പോകാം.
അപ്പൊ ഭഗവത്ഗീത പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ പോയതല്ല. അവിടെ പോയി ഫ്രണ്ട്സ് ഒക്കെ, ഞങ്ങൾ 3 ഫ്രണ്ട്സാണ് പോയത്. ഒരാള് ക്രിസ്ത്യനാണ്, ഒരാള് മുസ്ലിമാണ്, ഞാൻ ഒരാൾ ഹിന്ദു ആയിട്ടും അങ്ങനെ പോയി. അപ്പൊ അവിടെ ചെന്ന സമയത്ത് അവര് ഒരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, സീക്രട്ട് ഓഫ് സക്സസ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ പങ്കെടുത്തു. അതിൽ തന്നെ അവര് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ചാൻഡിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഞാൻ നേരത്തെ തന്നെ ഈ ഞാൻ നേരത്തെ നോൺ വെജ് കഴിക്കുന്ന ആളാണ്. കോഴിക്കോട് ഒക്കെ ഉള്ള ആളുകളെ കുറിച്ച് അറിയാം. നോൺ വെജ് കഴിക്കാതെ നമ്മൾക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധിജിയുടെ ഒരു പുസ്തകം, എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ വായിച്ചിട്ട് കുറെ കാലം നോൺ വെജ് ഒക്കെ നിർത്തി. പക്ഷെ വീണ്ടും നമ്മൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ കോഴ്സിന് ചെന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞു, ഈ നോൺ വെജ് കഴിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ സമയത്ത്. അപ്പൊ എനിക്ക് മനസ്സിലായി അത് തന്നെയാണ് കറക്റ്റ് എന്ന് മനസ്സിലായി. അന്ന് തൊട്ട് വീണ്ടും നിർത്തി. അവിടുന്ന് അന്ന് തന്നെ മാല തന്നു, മാല ജപിക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് മാല ജപിക്കാൻ തുടങ്ങി. അതേപോലെ എനിക്ക് ആദ്യം കിട്ടിയിട്ടുള്ള പുസ്തകം പാത്ത് ഓഫ് പെർഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് അവർ തന്നു. പിന്നെ എനിക്ക് ഉള്ള സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകങ്ങളാണ്. പ്രഭുപാദരുടെ പുസ്തകം മാത്രമാണ് എൻ്റെ സംഘമായിട്ടുണ്ടായിരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ കോഴ്സ് കഴിയാൻ നേരത്താണ് ഞാൻ ഇസ്കോണിൽ പോകുന്നത്. പിന്നെ എനിക്ക് കോട്ടയത്താണ് ഒരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ കോട്ടയത്ത് അന്വേഷിച്ച് നടന്നു, ഏതെങ്കിലും സത്സംഗങ്ങളുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സത്സംഗങ്ങളൊന്നും കിട്ടിയില്ല. പ്രഭുപാദരുടെ പുസ്തകങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരിൽ പോകുന്ന സമയത്ത് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ആത്മഗവേഷണം വാങ്ങിച്ചു, അതിനുശേഷം ഭഗവത്ഗീത വായിച്ചു, കൃഷ്ണ ബുക്ക് വാങ്ങിച്ചു. എല്ലാം വായിക്കും, നാമം ജപിക്കും. ബാക്കി എല്ലാവരും നോൺ വെജും എല്ലാം കഴിക്കുന്ന ആളുകളാണ്. ഞാൻ മാത്രം ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരാളെ പോലെ നാമം ജപിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ക്രിസ്ത്യൻസും അങ്ങനെയുള്ള. കോട്ടയത്ത് പ്രത്യേകിച്ച് എല്ലാവരും നോൺ വെജ് കഴിക്കുന്ന ആളുകളാണ്. അപ്പം നാമം ജപിക്കും, പ്രഭുപാദര പുസ്തകങ്ങൾ വായിക്കും. അങ്ങനെ 3 വർഷം അങ്ങനെ പോയി. ആകെ പ്രഭുപാദര പുസ്തകവും നാമജപം മാത്രം ആയിട്ട്. അപ്പോഴാണ് പിന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നാട്ടിലേക്ക് ജോലി കിട്ടിയത്. എയർ ഇന്ത്യയിൽ ജോലി കിട്ടി. ആ സമയത്ത് തന്നെ ഷാർജയിൽ നിന്ന് ശ്യാം ചൈതന്യ പ്രഭു എന്ന എന്റെ ശിക്ഷാഗുരു കോഴിക്കോട് പ്രീച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ വന്നു കൃഷ്ണ ക്ഷേത്രത്തിൽ. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ ഭഗവാൻ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അറേഞ്ച് ചെയ്ത് തന്നു. പിന്നീട് ഫുൾ ടൈം ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ച സമയത്ത് പദയാത്ര വന്നു, ഓൾ ഇന്ത്യ പദയാത്ര കേരളത്തിൽ വന്നു. അപ്പൊ അതിന് ഫുൾ ടൈം ജോയിൻ ചെയ്തു. അങ്ങനെ ഇപ്പൊ ഇവിടെ ഗുരുവായൂരപ്പൻ, ഇവിടെ ഗുരുവായൂർ എത്തിച്ചു. അങ്ങനെ പോകുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പോകുന്നു. ഭഗവാൻ മുന്നോട്ട് നയിക്കുന്നതാണ്. അങ്ങനെയാണ് പ്രഭുവിന് ദീക്ഷ തന്നത്. ജയപതാക സ്വാമി മഹാരാജ് തന്നെയാണോ? യെസ്. ഞാൻ കോഴിക്കോട് നിൽക്കുന്ന സമയത്ത് ശ്യാം ചൈതന്യ പ്രഭു ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇങ്ങനെ ദീക്ഷ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം 2017 കോയമ്പത്തൂരിൽ നിന്നാണ് ജയപതാക സ്വാമി ഗുരു മഹാരാജ് അടുത്തുനിന്ന് ദീക്ഷ കിട്ടുന്നത്. അപ്പോഴാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇസ്കോണിനെ കുറിച്ചൊക്കെ അറിയുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഇസ്കോണിനെ കുറിച്ചും ഇസ്കോൺ ടെമ്പിൾസിലൊന്നും അധികം പോയിട്ടില്ല. പ്രഭുപാദരുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ പെട്ടെന്ന് കൺവിൻസ് ആയി. ആത്മഗവേഷണം വായിച്ചപ്പോൾ പ്രത്യേകിച്ചു. പ്രഭുപാദർ എല്ലാവരും ഒരേപോലെയാണ് കണക്കാക്കുന്നത്. അതായത് നമ്മൾ സാധാരണ ഒരു മതത്തിന്റെ പുസ്തകം എന്നുള്ള രീതിയിൽ അല്ല ആ പുസ്തകങ്ങളുള്ളത്. എല്ലാവരും സെയിം ആണ്, എല്ലാ ജീവജാലങ്ങളും സെയിം ആണ്. അങ്ങനെ ഒരു ഹയർ ഫിലോസഫി കണ്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് കൺവിൻസ് ആയി. മാത്രമല്ല ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് അട്രാക്റ്റഡ് ആയത്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. ഹരി ബോൾ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രഭുവും ഇപ്പൊ പ്രഭുപാദയുടെ ഒരു സോൾജർ ആയിരിക്കും.